അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ വിൻസെന്റ് കെ വർഗീസ് ആണ്. അമേരിക്കയിലെ ഡാളസിൽ നിന്നും നമ്മോടൊപ്പം പ്രിയ സഹോദരൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. താൻ കടന്നുപോയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവീയ വിടുതലുകളും അരോമ ടി വി പ്രേക്ഷകർക്ക് വലിയ പ്രചോദനവും അനുഗ്രഹവും വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. അതുപോലെ തന്നെ നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. തുടർന്ന് നാം എല്ലാ ശ്രദ്ധയോട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ വിൻസെന്റ് കെ വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അരോമ ടി വിയിലെ പ്രേക്ഷകർക്കും വിശേഷാൽ പാസ്റ്റർ ഡാനിയൽ ജോണിനും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൻ്റെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എൻ്റെ പേര് വിൻസെന്റ് കെ വർഗീസ്. ഞാൻ അമേരിക്കയിലെ ഡാളസിൻ്റെ പ്രദേശത്ത് താമസിച്ചു വരുന്നു. ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നു. എനിക്ക് ഭാര്യയും, എൻ്റെ ഭാര്യയുടെ പേര് ജീന വിൻസൻ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളും എൻ്റെ അമ്മയുണ്ട്. അമ്മയും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പെന്തിക്കോസിൽ വളർന്ന് വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ തുമ്പമണ്ണ് ആണ് എൻ്റെ സ്വദേശം. ഞാൻ അവിടെയാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. പെന്തിക്കോസ് അനുഭവത്തിൽ കൂടെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ മാതാപിതാക്കൾ പെന്തിക്കോസ് അനുഭാവികളായിരുന്നു. എൻ്റെ പപ്പായുടെ പേര് കോശി വർഗീസ് എന്നാണ്. എൻ്റെ അമ്മ തങ്കമ്മ വർഗീസും. എൻ്റെ പപ്പ ഒരു ഇലക്ട്രീഷ്യനായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പപ്പ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ പോകാനൊക്കെ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങളെ ആരാധനയ്ക്ക് പോയി സാവകാശമൊക്കെ ഇരിക്കുമെങ്കിലും അങ്ങനെ രാത്രികാലങ്ങളൊക്കെ പോയി ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു സാവകാശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ ജീന വിൻസൻ, അവൾ വയനാട്ടുകാരിയാണ്. 12th കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിങ്ങിനാണ് പഠിച്ചത്. പഠിച്ച ശേഷം ഞാൻ ആ ജോലിക്ക് വേണ്ടി ബോംബെക്ക് കടന്നുപോയി. ബോംബെയിലെ അവിടെ ഒരു വർഷക്കാലം ഞാൻ അത് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ 2000-ലായപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. അവിടെ 4 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു. അപ്പോഴത്തേനും എൻ്റെ പേപ്പർ വർക്കൊക്കെ US വരാനുള്ള പേപ്പർ വർക്ക് എല്ലാം റെഡിയായി. പെട്ടെന്ന് അങ്ങനെ എൻ്റെ കല്യാണം, മാരേജ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് എൻ്റെ വൈഫിൻ്റെ നാട് വയനാട്ടിലാണ്. വയനാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വൈഫിനെ കണ്ടെത്തി. ആ സമയത്ത് ഞങ്ങളുടെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് 2004 2004 എൻ്റെ കല്യാണം കഴിഞ്ഞു. ഡിസംബറിലായപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് US വന്നു. US വരുവാനും അത് കാലിഫോർണിയ എന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ വന്നത്. അവിടെ എനിക്ക് ചെറിയൊരു ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിന് അന്നേരം ജോലിയായില്ല. വൈഫ് ഒരു നേഴ്സാണ്. അവൾക്ക് ജോലിയായില്ല. ആ സമയത്ത് ഞങ്ങൾ അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും അവിടെ ചെന്നിട്ട് ഞങ്ങൾക്കൊരു ശാശ്വതമായെന്ന് വെച്ചപ്പം അവൾക്ക് ജോലിയുണ്ട്, എനിക്ക് ജോലിയില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഞാൻ അവിടുന്ന് വീണ്ടും ഞങ്ങൾ ഡാളസിൻ്റെ പ്രദേശത്തിലേക്ക് മൂവ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ആ സമയം വരെയും ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. 2013 നവംബർ ആകുമ്പോഴാണ് എനിക്ക് ഒരു ചെറിയ പ്രയാസങ്ങൾ നേരിട്ടു. ആ പ്രയാസങ്ങൾ ഞാനിപ്പം ഇവിടെ വിവരിക്കുന്നു. ആ പ്രയാസം എനിക്ക് 2013 നവംബർ ആയപ്പോൾ തൊട്ട് എനിക്ക് പനി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവ വിശ്വാസം പിന്നെ കുറയാൻ തുടങ്ങി. കാരണം പണ്ടത്തെ ആ വിശ്വാസങ്ങളെല്ലാം പോയി. ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയില്ല. ദൈവം എനിക്ക് തന്നില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെയും ദൈവത്തോട് കൂടുതൽ അകലാൻ തുടങ്ങിയപ്പോഴത്തേന് ബൈബിള് വായിക്കുകയൊക്കെ ചെയ്യും. ബൈബിള് വായിക്കുകയും എല്ലാം ചെയ്യുമെങ്കിലും പക്ഷേ ദൈവമായിട്ടൊരു ശരിക്കുള്ള ബന്ധം ഇല്ലായിരുന്നു.
എനിക്ക് മനസ്സിലായി. ദൈവം എന്നെ ഈ ഈ ഈ ഒരു രോഗാവസ്ഥയിൽ കൂടെ എന്നെ കടത്തി വിട്ടത് എനിക്ക് മനസ്സിലായി. കാരണം തുടങ്ങിയത് 2013 നവംബറിലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പനിയായിരുന്നു എനിക്ക് എനിക്ക് നേരെ വരുന്നത്. പനിയായിരുന്നു എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പനി തുടങ്ങി. അത് ആ ആഴ്ചയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. ആന്റിബയോട്ടിക് തന്നു. അതൊരു കഴിച്ചിട്ട് 10 ദിവസം കഴിക്കേണ്ട ആന്റിബയോട്ടിക് ആയിരുന്നു. ആ 10 ദിവസം കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം ആയപ്പോഴും വീണ്ടും പിന്നെയും പനി കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ പനി 7 കോഴ്സോളം ഞാൻ അങ്ങനെ കഴിച്ചു, മരുന്ന് കഴിച്ചു. ഏറ്റവും അവസാനം ഡോക്ടർ പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ ഈ മരുന്നെല്ലാം തീർന്നു, ആന്റിബയോട്ടിക് എല്ലാം തീർന്നു, നീ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് പനി നല്ല കാഠിന്യമായിരുന്നു. ആ പനി വരുമ്പോഴത്തേന് എനിക്ക് ചെവിക്കും എല്ലാം വേദനയായി. പിന്നെ എൻ്റെ എൻ്റെ മൂക്കിൽ കൂടെ ബ്ലീഡ് വരാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ എൻ്റെ വെയിറ്റ് എല്ലാം കുറയാൻ തുടങ്ങിയപ്പോഴത്തേനും ഡോക്ടർമാർക്കെല്ലാം സംശയമായി. ആ സമയത്ത് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എനിക്ക് മെറ്റ്ഫോമിൻ എന്നൊരു മരുന്ന് നോക്കിയപ്പോൾ ഷുഗർ എല്ലാം ഹൈ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് മെറ്റ്ഫോമിൻ എന്നൊരു മരുന്ന് എനിക്ക് തന്നു. അത് കഴിച്ചപ്പം എൻ്റെ കൈയും കാലും എല്ലാം കയറി നീര് പിടിച്ചു. നീര് പിടിച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ അത് വെച്ചുകൊണ്ട് അപ്പം എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലീഡ് വരുന്നുണ്ട്. ആ സമയത്ത് മൂക്കിൽ നിന്ന് ബ്ലീഡ് വന്നാൽ അത് നിൽക്കത്തില്ല. ഒരു 15 മിനിറ്റ് 10 to 15 മിനിറ്റ്സോളം ബ്ലീഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ വിചാരിച്ചു ഇനി മൂക്കുമെല്ലാം മുറിഞ്ഞതായിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും, പക്ഷേ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി ENT ഒക്കെ കണ്ടു. മൂക്കിനൊന്നും കുഴപ്പമില്ല, അവരെല്ലാം നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് എൻ്റെ കാലെല്ലാം കയറി നീര് പിടിച്ചപ്പോൾ ഞാൻ എമർജൻസിയിലേക്ക് പോകാൻ ഇടയായി. എമർജൻസി ചെന്നപ്പം ER പോയി. ER പോയപ്പോഴത്തേന് അവരെന്നെ എടുത്തില്ല. കാരണം ഈ മരുന്ന് മാറി കഴിച്ചാണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല, കുഴപ്പമില്ല, മരുന്ന് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഈ സമയം തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ അടുത്തുള്ളൊരു ആ ബിൽഡിങ്ങിൽ തന്നെ വേറൊരു ഡോക്ടർ, ഇന്ത്യൻ ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞങ്ങൾ ആ ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടറെ കണ്ട ഉടനെ തന്നെ ആ ഡോക്ടർ പറഞ്ഞു, ഇത് ഇന്ന അസുഖമാണ്, വാഗ്നേഴ്സ് ഗ്രാനുലോമാറ്റോസിസ് എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. ഈ ഡോക്ടർ പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങ് വിട്ടു. ബ്ലഡ് വർക്ക് എടുത്തിട്ട് ഞങ്ങളെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ENT കാണാൻ പോയി. നോസ് എന്താ ബ്ലീഡ് ചെയ്യുന്നതെന്നൊക്കെ കാണാൻ പോയി. ആ സമയത്ത് ഞങ്ങൾക്ക് ഈ അസുഖത്തെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണ്. ENT കാണാൻ പോയി. ENT കാണാൻ പോയപ്പോഴത്തേന് ENT നോക്കിയിട്ട് ക്യാമറ എല്ലാം വെച്ച് നോക്കിയ ശേഷം എനിക്ക് മൂക്കിനകത്തൊന്നും ബ്ലീഡ് ഇല്ല, മുറിവൊന്നും, സ്ക്രാച്ച് ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ബ്ലീഡിങ് എങ്ങനെ വരുന്നതിനുള്ള എൻ്റെ ഹിസ്റ്ററി മുഴുവനും അവർ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് അവർ ഏറ്റവും അവസാനം ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി. അതിനകത്ത് ഈ MRIയും പിന്നെ കുറേ ബ്ലഡ് വർക്കും കൂടെ അവരെനിക്ക് ഓർഡർ ഇട്ടു. ഞങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ ഫ്യൂ അവേഴ്സ് എനിക്ക് റിസൾട്ട് കിട്ടി. സെയിം ഈ അസുഖം തന്നെ, വാഗ്നേഴ്സ് ഗ്രാനുലോമാറ്റോസിസ് എന്ന് പറഞ്ഞ. അപ്പം ആ ഡോക്ടർ പറഞ്ഞു, ഇത് മില്യൺസിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്. കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന്, ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വെളിയിൽ നിന്ന് ഒരാൾ നോക്കിയാൽ നമ്മൾ പൂർണ്ണമായിട്ട് ആരോഗ്യവാനാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ക്ഷീണമോ പ്രയാസമോ ഒന്നും കാണത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളെ കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ്. ഈ അസുഖത്തിന് മെയിൻ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് തിന്നുന്നതാണ്. ഇന്റേണൽ ഓർഗൻസ് നശിപ്പിച്ച് കളയും. ഒന്ന് കിഡ്നി, ലിവർ, ലങ്സ്, സൈനസ്. ഈ അവയവങ്ങളെ പെട്ടെന്ന് കയറി പിടിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 1 or 2 വീക്സ് ഇതിൻ്റെ ലൈഫ് സ്പാന് 6 മന്ത്സേ ഉള്ളൂ. മരുന്ന് ചെയ്തില്ലെങ്കിൽ 6 മന്ത്സേ ഉള്ളൂ. ആ 6 മന്ത്സ് കഴിഞ്ഞാൽ പിന്നെ ആള് ലോകത്തുനിന്ന് മാറ്റപ്പെടും. മരുന്ന് ഇതറിയത്തില്ല, ഈ അസുഖം വരുന്നത് പെട്ടെന്ന് അറിയത്തില്ല. ഇന്ന അസുഖമാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനും പ്രയാസമാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ വിട്ടു. ഞങ്ങൾ അടുത്ത അപ്പോയിൻമെൻറ്റ് വീട്ടിൽ വന്നു. ആദ്യമേ കണ്ട ഡോക്ടറെ അടുത്ത് വന്നു. ആ ഡോക്ടറും എൻ്റെ ബ്ലഡ് വർക്ക് എല്ലാം നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് വാഗ്നേഴ്സ് ഗ്രാനുലോമാറ്റോസിസ് ആണ് ഈ അസുഖം. എനിക്കൊരു 7 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി അന്നേരം തന്നെ ഡോക്ടർ എനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ അത് കഴിച്ചു. വിത്തിൻ ഹാഫ് ആൻ അവർ
ഞാൻ ഹാഫ് ആൻ അവറിന് എൻ്റെ കാലിലെ നീരെല്ലാം മാറി, കയ്യിലെ നീരെല്ലാം മാറി. കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് അറിയാം. എനിക്ക് അത് നീരെല്ലാം മാറിക്കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായി. കാരണം ഈ അസുഖം കുറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അന്നേരം ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഫുഡെല്ലാം കഴിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് ഞങ്ങൾക്കൊരു 5:30, 6 മണിയായി വീട്ടിൽ വന്നു. ആ സമയത്ത് എനിക്ക് ഛർദ്ദിക്കാനുള്ള പ്രയാസം വന്നു. വന്നു. ഞാൻ ഛർദ്ദിച്ച് വൊമിറ്റ് ചെയ്തു. അതെനിക്കറിയത്തില്ല. ഈ ഇതൊരു ഡ്രഗായിരുന്നു. കീമോതെറാപ്പിയുടെ ഒരു ഡ്രഗായിരുന്നു. ഫസ്റ്റ് കീമോ ഞാൻ എടുത്ത ശേഷം ആ ആ അന്നേരം വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ഞാനത് ഛർദ്ദിച്ചു. എനിക്ക് വല്ലാത്തൊരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. കാരണം അത് ഞാൻ അവിടെ താഴെ ഇരുന്ന് പോയി. അത് ഒടുക്കത്തെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. എനിക്ക് എഴുന്നേൽക്കാനും പറ്റാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് വീട്ടില് അതെല്ലാം കഴിഞ്ഞ് വൃത്തിയായി ഞാൻ കട്ടിലേ കിടക്കുന്ന സമയത്ത് ഞാന് ഒരു ദർശനം കാണുവാണ്. ഒരു ദർശനം കണ്ടു. ഇങ്ങനെയാണ് 2 പ്രാവശ്യം എന്നെ ഒരു ശവപ്പെട്ടി കാണിക്കുന്നു. അപ്പം ഞാന് ദൈവത്തോട് ചോദിച്ചു, "ദൈവമേ, അത് നമ്മുടെ നാട്ടിലെ ശവപ്പെട്ടി തന്നെ മൈക്ക കൊണ്ടുള്ളത്." ഞാൻ ദൈവത്തോട് ഇങ്ങനെ മനസ്സിൽ ചോദിച്ചു, "ദൈവമേ, എന്നെ എടുക്കുവാണോ? എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, മമ്മിയുണ്ട്. ഞാൻ ഇവരെ വിട്ടിട്ട് വരണോ?" ഇങ്ങനെ ഞാൻ ദൈവവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ആ പിക്ചർ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ ദൈവത്തോട് പറഞ്ഞു, "ദൈവമേ, അങ്ങ് എനിക്ക് തന്ന അസുഖമാണെങ്കിൽ ഒരു വിടുതൽ വേണം." അങ്ങനെ ഞാൻ ദൈവവുമായിട്ട് സംസാരിച്ചു. ആ സമയം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററോട് പറഞ്ഞു, "പാസ്റ്ററെ, ഈ ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന എൻ്റെ വീട്ടിലോട്ട് വെക്കണം. അങ്ങനെ മൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള ഉപവാസ പ്രാർത്ഥന എൻ്റെ വീട്ടിലാക്കണമെന്ന് പറഞ്ഞു." അത് വേറെ എവിടെയോ ആയിരുന്നോ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലോട്ടാക്കി. ഈ സമയത്ത് തിങ്കളാഴ്ച രാവിലെ ആയപ്പോഴത്തേന് എനിക്ക് ഒരു ചെസ്റ്റ് പെയിൻ വന്നു. ആ ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ട് പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അതിനുശേഷം പിന്നെ ഞാൻ കിടന്നു. കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയി. സ്കൂളിൽ പോയ ശേഷം പിന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് എല്ലാവരും പോയ സമയം ഒരു 11 മണി ആയപ്പോഴത്തേന് രാത്രി 11 മണി ആയപ്പോഴത്തേനാണ് എല്ലാവരും പോകുന്നത്. എല്ലാവരും എൻ്റെ രോഗവിവരങ്ങളൊക്കെ അറിയിച്ചു. ആർക്കും എന്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ സംഗതി എന്താണെന്നൊന്നും അറിയത്തില്ല. അതിനുശേഷം രാത്രി കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേന് അടുത്ത ചെസ്റ്റ് പെയിൻ എനിക്ക് വന്നു. ചെസ്റ്റ് പെയിൻ വന്നപ്പം ഞാൻ വീണ്ടും പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ വിളിച്ച ശേഷം പാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, "വിൻസാ, രാവിലെയും വന്നതല്ലേ, നമുക്കിത് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ER പോകാം. എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ, നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അവിടെ പോകാമെന്ന് പറഞ്ഞു." അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ER പോയി. രാത്രി തിങ്കളാഴ്ച രാത്രിയാണ്. തിങ്കളാഴ്ച രാത്രി ട്യൂസ്ഡേ മോർണിംഗ് ആയി. വെളുപ്പിനെ 1 മണിയായി. ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ആ സമയത്ത് അവര് ടെസ്റ്റുകളൊക്കെ ഓരോന്നും നടത്താൻ തുടങ്ങി. അവര് ഓരോ ബ്ലഡ് വർക്കും ഓരോ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്കെല്ലാം നോർമലാണ്. ഒരു കുഴപ്പവും ഇല്ല. ഒന്നുമില്ല. ചെസ്റ്റ് പെയിൻ എങ്ങനെ വന്നെന്ന് അവർക്ക് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാന് ഞങ്ങള് ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ 2 ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു. ഈ വാഗ്നേസ് ആന്ന് പറഞ്ഞു. ഈ വാഗ്നേസ് ആണെന്ന് പറഞ്ഞ ശേഷം അവർ പെട്ടെന്ന് ആ ഡോക്ടറുടെ നമ്പറൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് അവരതിൻ്റെ ഫർദർ ടെസ്റ്റ് തുടങ്ങി. അങ്ങനെ ടെസ്റ്റ് വീണ്ടും ബ്ലഡ് വർക്ക് എടുത്തു. ആ സമയത്ത് എനിക്ക് ക്രിയാറ്റിൻ വളരെ കൂടി നിൽക്കുന്നു. ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, കിഡ്നി ബയോപ്സി ചെയ്യണം. കിഡ്നി ബയോപ്സി ചെയ്യാൻ വേണ്ടി അവരെന്നെ കൊണ്ടുപോയി. കിഡ്നിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേന് വെനസ്ഡേ ആയപ്പോഴത്തേന് വെനസ്ഡേ ഒരു 3:30 ആയി. ആ സമയമാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് എല്ലാം കണ്ടുപിടിച്ച് കിഡ്നി ബയോപ്സി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ആ ബയോപ്സി ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ടെക്നീഷ്യനോട് ചോദിച്ചു, "ഇതിൻ്റെ റിസൾട്ട് എന്നാ വരുന്നത്?" അപ്പം റിസൾട്ട് വരുന്ന അവർ പറഞ്ഞു, "ബുധനാഴ്ച, ഇന്ന് വൈകിട്ടല്ല, ഇന്നിനി ഈ ടെസ്റ്റ് പോകത്തില്ല, നാളെ പോകത്തുള്ളൂ. വ്യാഴാഴ്ച പോയാൽ വെള്ളിയാഴ്ച വന്നെങ്കിലായി, ഇല്ല എങ്കിൽ മൺഡേയിലേ വരത്തുള്ളൂ, തിങ്കളാഴ്ചയെ വരത്തുള്ളൂ" എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, "ദൈവമേ, എൻ്റെ വീട്ടിൽ പ്രെയർ നടക്കുവാണ്. ഞാൻ അവിടെ ഫാസ്റ്റിംഗ് പ്രെയർ വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ്. എനിക്ക് വീട്ടിലെ ഒരു സെക്ഷനെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസത്തെ മീറ്റിങ്ങിലെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള കൃപ തരണേന്ന്" ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ കിഡ്നി ബയോപ്സി ചെയ്തു. എന്നെ തിരിച്ച് റൂമിൽ കൊണ്ടുവാക്കി. തേഴ്സ്ഡേ മോർണിംഗ് ആയപ്പോഴത്തേന് എൻ്റെ ഒരു ഡോക്ടർ വന്നു. എന്നെ നോക്കുന്ന ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, "വിൻസ,
വിൻസെന്റ്, ഇത് ഔട്ടർ ലെയറിൽ, ഈ കിഡ്നിയുടെ ഔട്ടർ ലെയറിൽ ഇത് പിടിച്ചിട്ടുണ്ട്, ഈ അസുഖം പിടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് മരുന്ന് ചെയ്യണം, അല്ലെങ്കിൽ നീ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ ഒരു സൈഡ് പാരലൈസ് ആയിപ്പോവും, അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിസ്, ഇത് മൂന്ന് ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അതുകൊണ്ട് പെട്ടെന്ന് മരുന്ന് ചെയ്യണം, മരുന്ന് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് മരുന്നാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇത് കീമോതെറപ്പി മാത്രമേ ഉള്ളൂ, വേറെ എല്ലാ മരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രശ്നം, എനിക്ക് പേടിയായി, ഇനി ക്യാൻസർ ആണോ? അപ്പം ക്യാൻസർ അല്ല. ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്യാൻസർ അല്ല, ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നെന്നേ ഉള്ളൂ, ക്യാൻസർ അല്ല എന്ന് പറഞ്ഞു. ഇത് വാഗ്നേഴ്സ് ഗ്രാനുലോമാറ്റോസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്, അത് ക്യൂർ ആവും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിനെ വിളിക്കണം, വർത്തമാനം പറയണം, ഡോക്ടറുമായിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വൈഫിനെ വിളിച്ചു, അവർ പെട്ടെന്ന് വന്നു, ഡോക്ടറുമായിട്ട് സംസാരിച്ചു. എനിക്ക് വെള്ളിയാഴ്ചത്തേക്കിന് കീമോയ്ക്കെല്ലാം ഞാൻ പേപ്പറെല്ലാം സൈൻ ചെയ്ത് കൊടുത്തു. വെള്ളിയാഴ്ച കീമോ ഇടുമ്പം ആരും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ ആ റൂമിൽ, എൻ്റെ റൂമിൽ ആരും കയറാൻ പറ്റത്തില്ല കീമോ ഇടുന്ന സമയത്ത്. ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മീൻസ് ഈ കീമോ ചെയ്യുവാണെങ്കിൽ നിന്റെ മുടി പൊഴിയും, നഖം പൊഴിയും, ഛർദ്ദിക്കും, ഇതൊക്കെ വരുമെന്ന് പറഞ്ഞു, ഇതൊക്കെ നീ സഹിച്ചോണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ ഓക്കെ ഡോക്ടറെ അടുത്ത് ഓക്കെ പറഞ്ഞിട്ട് കീമോയ്ക്ക് വേണ്ടി എല്ലാം തയ്യാറായി. വെള്ളിയാഴ്ച കീമോയ്ക്ക് എന്നെ ഇടാനുള്ള പരിപാടിയായി. അപ്പോൾ രാവിലെ എൻ്റെ വൈഫും പാസ്റ്ററും കൂടെ വന്നു എന്നെ കീമോയ്ക്ക് ഇടുന്ന സമയത്ത് മുമ്പേ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിയില്ലേ, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഛർദ്ദിക്കും, മുടി പൊഴിയും, നഖം പൊഴിയും, ഇതെല്ലാം വരും, അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിയില്ലേ, ഛർദ്ദിക്കുക മാത്രം ചെയ്യരുത്, ആ ബാക്കിയെല്ലാം വന്നിട്ട് ഞാൻ സഹിച്ചോളാം എന്ന് ഇങ്ങനെ ഒരു ഒരു ഞാനൊരു ഞാനിങ്ങനെ പറഞ്ഞു പാസ്റ്ററോട്. പാസ്റ്റർ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ മൂന്നുപേരും കൈകോർത്ത് ദൈവസന്നിധിയിൽ അടുത്ത് പ്രാർത്ഥിച്ചു. ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ശേഷം എനിക്ക് കീമോയൊക്കെ ഇട്ടു. ഞാൻ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4:30 വരെ IV ആയിരുന്നു. IV ഇട്ട് കഴിഞ്ഞ ശേഷം അത് മാറി, അതെടുത്തു കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേനും എടുത്തു കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഉന്മേഷം. എനിക്ക് ഭയങ്കര ആരോഗ്യവും, എനിക്ക് നടക്കാം. ഞാൻ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നത് വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രെച്ചറിലാണ് എടുത്തുകൊണ്ട് വരുന്നത്. എനിക്ക് നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് എനിക്ക് ശനിയാഴ്ച ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഉന്മേഷം. ഞാൻ വൈഫിനോട് പറഞ്ഞു, എടി എനിക്ക് പെട്ടെന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുക, എനിക്കൊരു അസുഖമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ 3:30 ആയപ്പം ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പം എൻ്റെ ചർച്ചിലെ എല്ലാവരും ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ വീട്ടിൽ ഫാസ്റ്റിംഗ് പ്രെയർ ആണല്ലോ, എല്ലാവരും ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ പെട്ടെന്ന് കുളിച്ചു, എല്ലാം റെഡിയായി. ഞാൻ എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. ആ സമയത്ത് പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, മീൻസ് എന്തെങ്കിലും 2 വാക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തിരുന്ന അങ്കിളിനോട് ഞാൻ പറഞ്ഞു, അങ്കിളെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്കിള് പാട്ട് പാടി. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പറഞ്ഞ് അങ്ങനെ ആ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് പാസ്റ്ററുടെ അടുത്തോട്ട് പോയി നിന്നു. ആ ഫ്രണ്ടിലെ പാസ്റ്ററുടെ അടുത്തോട്ട് പോയി നിന്ന സമയത്ത് എല്ലാവരും പാട്ട് പാടി ആരാധിച്ച് നല്ല രീതിയിൽ ആരാധിക്കുന്ന സമയത്ത് ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് ആരാധിച്ചു. ആ സമയത്ത് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും ഏതോ 2 വാക്ക് പറഞ്ഞു, അന്യഭാഷയിൽ ഞാൻ സംസാരിച്ചു. അപ്പം അതിനുശേഷം ഞാൻ അവിടെ സാക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു, ഇനി രോഗാത്മാവിന് ഇരിക്കാനുള്ള സ്ഥലമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ രോഗത്തിൽ നിന്നും അവിടെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇരുന്നു. പെട്ടെന്ന് ആ അസുഖം ഒരു 2-3 മാസത്തിനുള്ളിൽ എനിക്കെല്ലാം ക്യൂറായി. പക്ഷെ എന്നാലും ഞാൻ ടാബ്ലറ്റും എല്ലാം കഴിക്കുന്നുണ്ട്, സ്റ്റീറോയിഡ്സും എല്ലാം എടുക്കുന്നുണ്ട്. ആ സമയത്ത് അത് നിർത്തിയില്ല. പക്ഷേ എനിക്ക് പിന്നീട് ജോലിക്ക് പോകാനൊക്കെ ആരോഗ്യമായി. ഞാൻ അങ്ങനെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ആ അസുഖത്തിൻ്റെ ഫസ്റ്റ് ടേൺ കഴിഞ്ഞു. അതായത് 2014 തൊട്ട് 2015 വരെയുള്ള കാലാവധിയിലായിരുന്നു ഈ അസുഖം. ഞാൻ ഒരു വാക്യം വായിച്ചോട്ടെ. സങ്കീർത്തനം 18 28, 29, 30, 31. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും
അവൻ പരിചയാകുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. ഞാനൊരു കാര്യം, ചെറിയൊരു കാര്യമാണ് ദൈവത്തോട് ചോദിച്ചത്. ആ ചോദിച്ചത് എനിക്ക് ദൈവം തന്നു. കാരണം എൻ്റെ ജീവിതത്തില് എനിക്ക് വരുന്ന പ്രയാസങ്ങളിൽ ഞാൻ അവിടുന്ന് ദൈവത്തോട് പറഞ്ഞ ശേഷം ദൈവം എനിക്കൊരു വലിയൊരു അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നു. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയില്ല എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പം എൻ്റെ ദൈവം എനിക്കത് തന്നു. മാത്രമല്ല, ആ രോഗത്തെ പെട്ടെന്ന് എനിക്ക് മാറുവാനൊക്കെ എനിക്ക് ദൈവം ഇടയാക്കി. ഞാൻ ഒരു നിമിഷം എൻ്റെ വീട്ടിൽ പോയി എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്, അതും ദൈവം എനിക്ക് തന്നു. നമ്മൾ ദൈവത്തോട് അടുത്തിരുന്നാൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാക്കും. ഈ അസുഖമെല്ലാം മാറിക്കഴിഞ്ഞ ശേഷം എല്ലാവരും എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ നിന്ന് കോളുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ നാട്ടിലേക്ക് ഞാൻ യാത്ര തിരിച്ചു. 2018 2017 ഞാൻ നാട്ടിലേക്ക് ചെന്നു. നാട്ടിൽ ചെന്ന ശേഷം എല്ലാവരെയും കണ്ടു, സന്തോഷമായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്ന ശേഷം എനിക്ക് ഇവിടെ അതുവരെ എനിക്ക് പനിയോ യാതൊരു പ്രയാസവും എൻ്റെ ജീവിതത്തിൽ അന്നേരം വന്നില്ല. ഈ ആദ്യത്തെ ഫസ്റ്റ് ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. 2017 ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ എനിക്കൊരു അസുഖം പോലും വന്നില്ല. ഇവിടെ വന്ന ശേഷം എനിക്ക് പതുക്കെ പനി തുടങ്ങി. വീണ്ടും പനി സ്റ്റാർട്ട് ചെയ്തു. പനി വന്നിട്ട് ചുമയായി. ചുമ വന്നപ്പം ഡോക്ടർ പറഞ്ഞു, "വിൻസ, ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാം. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ കീമോയ്ക്കെല്ലാം അതിനെല്ലാം റെഡിയാക്കി തരാം, അതെല്ലാം ചെയ്തു തരാം" എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇൻഷുറൻസ് അത് ഇവർക്ക് മാച്ച് ആവുന്നില്ല. അതെനിക്ക് കീമോ കിട്ടാനൊരു പ്രയാസമായി. അങ്ങനെ ഞാൻ പല നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ പനിയുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്ക് വേറെ അസുഖമായിട്ടൊന്നും വന്നില്ല. ഇൻഫെക്ഷൻ മാറിയാലേ എനിക്ക് കീമോ എടുക്കാനും പറ്റത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു, "എങ്ങനെയും വന്ന് അഡ്മിറ്റ് ചെയ്യും, കള്ളം പറഞ്ഞാലും വന്ന് അഡ്മിറ്റ് ചെയ്യാൻ" പറഞ്ഞു. ഞാൻ ഞാൻ പറഞ്ഞു, "ഡോക്ടറെ, എങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്? കാരണം ഒരു അസുഖം ഇല്ലാതെ ഞാൻ എന്തോ പറയേണ്ടതെന്ന്" ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും കൂടെ ആലോചിച്ച ശേഷം ഞങ്ങൾ എന്നാ പറഞ്ഞു പോകാം, നെഞ്ചിനകത്ത് വേദനയാന്ന് തന്നെ പറഞ്ഞിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ER പോയി. ER പോയ ശേഷം ER അവരെന്നെ ചെസ്റ്റ് പെയിൻ ആണെന്നാ പറഞ്ഞ് ചെന്നത്. അവർ പെട്ടെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പം പെട്ടെന്ന് എന്നെ അവിടെ നിർത്തിയില്ല. എക്സ്റേ എടുത്ത് കഴിഞ്ഞ ശേഷം തന്നെ അവരെന്നെ പെട്ടെന്ന് ഒരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഇതെന്തോ പറ്റി, ഞങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവരെന്തിനാ ഇതിനെ റൂമിലൊക്കെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായി, എന്തോ ക്യൂരിയോസിറ്റി, അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി. അത് നോക്കിയപ്പോൾ എല്ലാവരും അവിടെ നഴ്സുമാരെല്ലാം ധൃതിയാണ്. ഏതൊക്കെയോ എടുത്ത് അവരുടെ കാര്യങ്ങളും മരുന്നും കാര്യങ്ങളും ഒക്കെ എടുത്ത് ആ ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്യുന്നു. എനിക്കറിയത്തില്ല എന്താണെന്ന്. അപ്പം ഞങ്ങൾ ഒരു നേഴ്സിനോട് ചോദിച്ചു, "എന്താണ് എനിക്ക് പറ്റിയത്, എന്താണെന്ന്?" ചോദിച്ചപ്പോൾ പറഞ്ഞു, "നിങ്ങൾക്ക് ന്യൂമോണിയയാണ്. ന്യൂമോണിയ ഹൈ ആയി. അതുകൊണ്ട് അതിന് പെട്ടെന്ന് ഞങ്ങൾ മരുന്ന് ചെയ്യാനുള്ളതെല്ലാം നോക്കുക. അതിനെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്" എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതത്രയും പറഞ്ഞിട്ട് പോയി. പെട്ടെന്ന് അങ്ങനെ ന്യൂമോണിയയ്ക്ക് വേണ്ടിയുള്ള മരുന്നെല്ലാം ചെയ്തു. ഒരു 6 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വീട്ടിൽ വന്ന ശേഷം പിന്നെയും ഒരു അടുത്ത ന്യൂമോണിയ അറ്റാക്ക്. മെയ് മാസം തുടങ്ങി അടുത്ത ജൂൺ ആയപ്പോഴത്തേന് അടുത്ത ന്യൂമോണിയ. ജൂൺ പകുതിയൊക്കെ കഴിഞ്ഞു. ആ സമയം ആയപ്പോഴത്തേന് അടുത്ത ന്യൂമോണിയ അറ്റാക്ക് വന്നു. ആ സമയത്ത് ഇതുപോലെ പോയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഞാനൊരു 6-7 ദിവസം അവിടെ കിടന്നു. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ ഇൻഫെക്ഷൻ മാറിയിട്ടില്ലെങ്കിലും കീമോ ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല. ഇൻഫെക്ഷൻ മാറാതെ അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം എനിക്ക് വീണ്ടും പനിയും ചുമയും കൂടി. എനിക്ക് എനിക്കൊരു ആരോഗ്യമില്ലാത്ത സ്റ്റേജായി. ആ സമയത്ത് എനിക്ക് ചുമയ്ക്കാൻ പറ്റത്തില്ല. ചുമച്ച് കഴിഞ്ഞാൽ ഞാനങ്ങ് താഴെ ഇരുന്ന് പോകും. കാരണം അതുപോലത്തെ ഭയങ്കരമായിട്ട് എൻ്റെ ഈ ചെസ്റ്റിന് ഭയങ്കര വേദനയാണ്. നോക്കിയപ്പം അവർ പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് പോയ ശേഷം അവിടെ അവർ നോക്കിയപ്പോൾ എൻ്റെ എനിക്ക് എംബൈമ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ആ എംബൈമ നമ്മുടെ ലങ്സിൻ്റെയും ലിവറിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിൽ ഫ്ലൂയിഡ് വന്ന് നിറയുവാണ്. ആ ഫ്ലൂയിഡ് വന്ന് നിറയ്ക്കുമ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പോൾ ആ ഫ്ലൂയിഡ് വന്ന് നമ്മുടെ റിബ്സയിലോട്ട് വന്നിടിക്കും. റിബ്സയിൽ ഇടിച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കര വേദനയാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന. അത് പെട്ടെന്ന് ഞങ്ങളങ്ങനെ പോയ ശേഷം അവർ 2 ചെസ്റ്റ് ട്യൂബ് ഇട്ട് അത് മൊത്തം ആ ഫ്ലൂയിഡ് മുഴുവൻ റിമൂവ് ചെയ്തു. 2.5 ലിറ്റർ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. ആ 2.5 ലിറ്റർ ഫ്ലൂയിഡും അത് റിമൂവ് ചെയ്തിട്ട് അവരെന്നെ സർജറിക്ക് കയറ്റി. അകത്തെ പസ് എല്ലാം നീക്കി കളഞ്ഞു. അത് നീക്കി കളഞ്ഞ ശേഷം അവരെനിക്ക് ആൻറ്റിബയോട്ടിക് തന്നു.
ദിവസം 60 ഡേയ്സിന് 60 ദിവസത്തേക്കിന് എനിക്ക് ആൻറ്റിബയോട്ടിക് തന്നു. ആൻറ്റിബയോട്ടിക് 30 ദിവസവും IV, 30 ദിവസവും ഓറലുമാണ് തന്നത്. 30 ദിവസം IV എനിക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള അവരെല്ലാം എന്നെ പഠിപ്പിച്ചു. എൻ്റെ കയ്യെ കൂടെ ക്വിക്ക് ലൈനൊക്കെ ഇട്ട് അത് ഹാർട്ടിൽ എത്തത്ത രീതിയിൽ അവർ ക്വിക്ക് ലൈനൊക്കെ ഇട്ട് എന്നെ വീട്ടിൽ വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഈ ഓരോ മരുന്നും എടുത്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഈ മരുന്നൊക്കെ എടുക്കുന്ന സമയത്ത് 2, 3 മണിക്കൂറോളം ഈ മരുന്നിങ്ങനെ കയറണം. അതിനുശേഷം ഞാൻ ഈ ജോലിക്ക് പോവുകയും ചെയ്യും. ഇതിൽ മരുന്നെടുത്തിട്ട് രാവിലെ എടുത്തിട്ട് ജോലിക്ക് പോകും. ജോലിക്ക് പോകുമ്പോഴെനിക്ക് ഭയങ്കര കാലിന് വേദനയും പ്രയാസമാണ്. ഈ മരുന്ന് ആൻറ്റിബയോട്ടിക് കഴിഞ്ഞ ശേഷം 2ാമത്തെ ദിവസം ആയപ്പോഴത്തേന് എൻ്റെ കാല് മൊത്തം വേദന എടുക്കാൻ തുടങ്ങി. മുട്ട് തൊട്ട് താപ്പോട്ട് വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറോട് കണ്ടിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇതിന് റിയാക്ഷൻ ഒന്നും വരത്തില്ല, ഇത് ആൻറ്റിബയോട്ടിക്കാ, റിയാക്ഷൻ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഒരാഴ്ച ആ കാലിൻ്റെ വേദന അങ്ങനെ വന്നു. അടുത്ത ആഴ്ചയപ്പം മറ്റേ കാലിന് വേദന വന്നു. പിന്നെ 3ാമത്തെ ആഴ്ചയിൽ എൻ്റെ കയ്യിൽ വേദന വന്നു. 4ാമത്തെ ആഴ്ചയിലും മറ്റേ കയ്യിൽ, 2ാമത്തെ കയ്യിലും വന്നു. അങ്ങനെ അങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞു. ഈ സമയത്തെല്ലാം ഞാൻ ജോലിക്ക് പോകുന്നെങ്കിലും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര പ്രയാസം. രാത്രിയാകുമ്പോഴത്തേന് ജോലി വന്ന് 12 മണി 1 മണിയാകുമ്പോഴാണ് ഞാൻ കിടക്കുന്നത്. ആ സമയത്ത് അങ്ങോട്ട് കിടക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന വരും. നട്ടെല്ല് വേദന വന്നിട്ട് ആ കഴുത്തിൻ്റെ തുടക്കം തൊട്ട് താഴെ അറ്റം വരെയും എനിക്ക് വേദന കൊണ്ട് പൊളയും. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും പറ്റത്തില്ല. ബാം വെച്ച് തിരുമാനോ പറ്റത്തില്ല. ചൂട് വെച്ചാലും എനിക്ക് ആ വേദന മാറത്തില്ല. രാത്രി ഞാൻ പല രാത്രികളും ഞാൻ ഉറങ്ങാതിരുന്നു. എനിക്ക് ചില സമയത്ത് എൻ്റെ കയ്യിൽ വേദന വരും. അതിൻ്റെ പെട്ടെന്ന് ഞാൻ അവിടെ തിരുമ്മുമ്പോഴത്തേന് ഇപ്പുറത്തെ കയ്യിലോട്ട് അത് പിടിക്കും. വേദന 2 കയ്യിലും ഒരുപോലെ വേദന വരും. എനിക്ക് കൈ അനക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഞാൻ ഈ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ടേസ്റ്റുകളെല്ലാം പോയി. എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ ബോഡി വെയിറ്റ് എല്ലാം കുറയാൻ തുടങ്ങി. എൻ്റെ ശരീരം മെലിയാൻ തുടങ്ങി. അപ്പം എനിക്കൊരു ടേസ്റ്റും ഇല്ല. എന്താ കഴിച്ചാലും ഒന്നും ഒരു രുചിയില്ലാത്ത ഒരവസ്ഥ. എൻ്റെ ടേസ്റ്റ് ബഡ്സ് എല്ലാം പോയി. ഈ സമയത്ത് ഈ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് ദൈവം 2 വരി പാട്ടിൻ്റെ ലൈൻ തന്നു. പ്രതികൂലങ്ങൾ ഏറിടുമ്പോൾ അനുകൂലമായ യേശു ഉണ്ട് അരികിൽ എന്നും പറഞ്ഞിട്ട് 2 ലൈൻ എനിക്ക് തന്നു. ഞാനത് പെട്ടെന്ന് അത് എഴുതി ഒരു എൻവലപ്പിലോട്ട് എഴുതിയിട്ട് ഞാൻ അവിടെ വെച്ചു. അവിടെ വെച്ച ശേഷം ഞാൻ അത് അങ്ങനെ കീപ്പ് ചെയ്ത് അങ്ങ് വെച്ചേക്കുമായിരുന്നു. ഈ സമയത്ത് ഞാൻ ജോലിക്കൊക്കെ പോകും. ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് രാവിലെ ഞാൻ പെയിൻ കില്ലർ കഴിക്കും. 2 പെയിൻ കില്ലർ, രാവിലെ ഒരു പെയിൻ കില്ലർ, 8 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. ജോലി കഴിഞ്ഞ് തിരിച്ച് രാത്രി വരുമ്പം ഞാൻ ഈ പെയിൻ കില്ലർ കഴിക്കത്തില്ല. കാരണം ഒത്തിരി പെയിൻ കില്ലർ കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് പ്രയാസമാകും. അതുകൊണ്ട് അങ്ങനെ ഞാൻ രാത്രിയിൽ കഴിക്കത്തില്ല. വേദന കൊണ്ട് പൊളഞ്ഞു. നിൽക്കാൻ വയ്യ. കാലും കൈയും വേദന എടുക്കുന്ന കാല് പിറ്റേ ആഴ്ചയിൽ എനിക്ക് കാലങ്ങ് പെരുക്കാൻ തുടങ്ങി. നടക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം കാല് തറയിൽ ചവിട്ടിയാലും എനിക്കത് നടക്കാൻ പറ്റത്തില്ല. അത് ഒരു ബലമില്ലാത്തൊരു സ്റ്റേജിലൊക്കെ വന്നു. കൈയെല്ലാം പെരുക്കാൻ തുടങ്ങി. എനിക്ക് കൈകൊണ്ട് എഴുതാനൊന്നും പറ്റാത്തൊരവസ്ഥയായി. ഞാൻ അത് കൈകൊണ്ടൊന്നും എഴുതിയാലും ഒന്നും അക്ഷരങ്ങളൊന്നും നേരെ വരത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ എഴുതുന്ന പോലെ ആയിപ്പോവും. കാരണം കുത്തി വരയ്ക്കുന്ന പോലെ എൻ്റെ കൈ അങ്ങനെ പോവും. കാരണം ശരിയായിട്ടൊരു ലെറ്റർ എഴുതണമെങ്കിൽ തന്നെ അത് പറ്റാത്തൊരവസ്ഥ. എനിക്ക് ചോറ് കഴിക്കാനൊക്കെ പ്രയാസം. കാരണം വാരി കഴിക്കാനൊക്കെ എനിക്ക് കൈകൊണ്ട് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത പ്രയാസത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. ഈ സമയത്ത് ഞാൻ ജോലിയിൽ നിന്നൊക്കെ ചിലപ്പോൾ അവധിയെടുത്ത് വീട്ടിൽ ഇരിക്കുമ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ആ പാട്ടൊന്ന് എഴുതിയാൽ കൊള്ളാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ പാട്ടെടുത്തു. എടുത്തിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഈ വരികൾ എനിക്ക് തന്നു, അത് അങ്ങ് തന്നാണെങ്കിൽ എനിക്കിത് എഴുതാനുള്ള കൃപ തരണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ആ വരികൾ എൻ്റെ മനസ്സിലോട്ട് ഓരോ വരികളും എനിക്ക് ഓടി ഓടി എൻ്റെ അടുത്തോട്ട് വരുന്ന പോലെ, എനിക്കും എൻ്റെ മനസ്സിൽ വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആ വരികളെല്ലാം പെട്ടെന്ന് എഴുതി. സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ട് എഴുതാനോ ഉള്ളതെന്ന് കൃപയൊന്നുമില്ല. അങ്ങനെയുള്ള ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു പാട്ടുകൾ എഴുതുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ പാട്ട് എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. എൻ്റെ ഫ്രണ്ട് എറണാകുളത്തുണ്ട്.
ജോസ് എന്ന് പറയും. ഹോളി ബീറ്റ്സിക്കൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ജോസാണ്. ജോസിനെ വിളിച്ചിട്ട് ജോസെ ഞാനിങ്ങനെ ഒരു പാട്ട് എഴുതി, ഇതെങ്ങനെയാ CD ആക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര പാട്ട് എഴുതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ. അയ്യോടാ, ഒരു പാട്ട് എഴുതിയാൽ എങ്ങനെ CD ആക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഒരു 5-6 പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് എഴുതാം, എന്നാലേ CD ആക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പാട്ട് മതി, ഒരു CD-ക്കകത്തേ വരുള്ളൂ എന്നൊക്കെ എൻ്റെ ചിന്ത. പക്ഷേ ജോസ് അങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ വീണ്ടും ആ പാട്ടിലോട്ട് ഞാൻ കൈവച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ഒരു പാട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ വേദോസ്തത്തിൽ ഇരിക്കത്തേ ഉള്ളൂ. എനിക്ക് അത് ഒരു 9 പാട്ടും ഒരു ടെസ്റ്റ് മണി ഇറങ്ങുന്ന രീതിയിൽ എനിക്കൊരു CD ഇറക്കണം. അതിനുള്ള കൃപ തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ 7 തൊട്ട് എഴുതാൻ തുടങ്ങി. ഒക്ടോബർ 7 ആദ്യത്തെ പാട്ട് ഞാൻ എഴുതുന്നത്. ആ ഒക്ടോബർ അത് പാട്ട് പറഞ്ഞ ശേഷം എനിക്ക് പിന്നീട് ഒക്ടോബർ തൊട്ട് നവംബർ വരെ ആയപ്പോഴത്തേനും ഞാൻ 9 പാട്ടും എഴുതി കഴിഞ്ഞു. കാരണം എനിക്ക് അറിയത്തില്ല, ഞാൻ ജോലിക്ക് പോകുമ്പോഴ്, ജോലിയിലിരിക്കുമ്പോഴ് എൻ്റെ മനസ്സിലോട്ട് ഓരോ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെ വരുക. ആ വരികളെല്ലാം ഞാൻ എല്ലാം എഴുതി വെച്ചിട്ട് ഞാനത് എൻ്റെ വീട്ടിൽ അത് പേപ്പറിൽ എഴുതിക്കട്ടെ, ഞാൻ വീട്ടിൽ എൻ്റെ ഫോണിലോട്ട് ഇത് തന്നെ ടൈപ്പ് ചെയ്ത് കയറ്റും. മലയാളം ഫോണ്ട് വെച്ച് ടൈപ്പ് ചെയ്ത് കയറ്റും. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 9 പാട്ടും എഴുതി കഴിഞ്ഞ ശേഷം അതിൻ്റെ അകത്ത് ഒരു അത്ഭുതം കണ്ടോണം. കാരണം ഈ 9 പാട്ടും ഞാൻ എഴുതിയ ശേഷം എൻ്റെ വേദനയുള്ള സമയത്താണ് ഇതെല്ലാം എഴുതുന്നതെങ്കിലും എനിക്ക് ശരീരം വേദനയുണ്ട്, കാലുവേദനയുണ്ട്, നടുവേദനയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ആ പാട്ടുകളെല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വേദന എനിക്കുണ്ട് തന്നെ. പക്ഷേ എനിക്കെന്താ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് കരയുമ്പോൾ നമുക്കൊരു ടോയ് എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവന് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പെട്ടെന്ന് ആ കരച്ചിൽ നിൽക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പാട്ടെല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വേദന ഉണ്ടെങ്കിലും പക്ഷെ എനിക്കതിനകത്ത് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. വേദനയുണ്ട്, സംഗതി എനിക്കെന്തോ ഒരു മനസ്സിനൊരു സമാധാനം പോലെ, എനിക്കൊരു മനസ്സിനൊരു കുളിർമ കിട്ടിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതെല്ലാം എഴുതി ഒരു അങ്കിളിനെ കാണിച്ചു. അങ്കിളോട് പറഞ്ഞു, അങ്കിളെ ഇതെങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാമോ? എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി, എനിക്ക് പാട്ട് എഴുതുന്നതിനെ പറ്റി എനിക്കറിയത്തില്ല, ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്കിൾ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, വിൻസ, ഇത് നീ ഗദ്യം മാതിരി എഴുതിയേക്കുന്നത്, പാട്ടായണമെന്നുണ്ടെങ്കിൽ നീ പാടുന്ന രീതിയിൽ എഴുതണം, നീ സ്റ്റാൻസ തിരിച്ചെഴുതണം. ഞാൻ നോവൽ എഴുതുന്ന പോലെ അല്ല എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ എന്നിട്ട് അങ്ങനെ മനസ്സിലിങ്ങനെ സംഗ്രഹിച്ചു വെച്ചു. ആ ഹാർഡ് കോപ്പി എടുത്ത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അത് ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഈ അസുഖത്തിൻ്റെ പുറകെ തന്നെ ആ പാട്ട് അങ്ങനെ ഹാർഡ് കോപ്പി എടുത്ത് വെച്ചിട്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ അസുഖങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ചു വരുന്നു. വേദന കൊണ്ട് പൊളയുന്നു, വേദനയുണ്ട്. പിന്നെയും ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ജോലിയിലിരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് എനിക്ക് വയറിൻ്റെ സൈഡിലായിട്ട് വേദന വന്നു. റൈറ്റ് സൈഡിൽ വേദന ആദ്യം വന്നു. അവിടെ ഭയങ്കര വേദന, എനിക്ക് പൊട്ടുന്ന പോലെ വേദന. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് തന്നെ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി എമർജൻസിക്ക് പോയി. എമർജൻസി പോയിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഞരമ്പെല്ലാം കൂടെ കൂടി വന്ന് കിടക്കുന്നതുകൊണ്ടാണ് നിനക്ക് വേദന വന്നത്. അതേപോലെ തന്നെ അടുത്ത ആഴ്ചയായപ്പം പിറ്റേ അതേ സമയമായപ്പോഴത്തേന് ആ വേദന ഇടത്ത് സൈഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. ആ ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോഴത്തേന് പിന്നെ ഇത് തന്നെ ഡോക്ടർ പറയുന്നു, ഇത് ഏതോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫർദർ ടെസ്റ്റിനൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അവിടെ നിൽക്കി. ഞങ്ങൾ അത് വെച്ചിട്ട് വീട്ടിൽ വന്നു. അങ്ങനെ ജോലി പോകാത്ത ഒരവസ്ഥയായി. അതിനുശേഷം വീണ്ടും ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പോഴത്തേന് 2019 ജാനുവരി 11 ആയപ്പോഴത്തേന്, ജാനുവരി 11 എൻ്റെ ജോലി എന്നെ ടെർമിനേറ്റ് ചെയ്തു. കാരണം എനിക്ക് അവധി ഇനി എടുക്കാനില്ല. കാരണം എൻ്റെ HR മാനേജർ പറഞ്ഞു, വിൻസ, അവധി ഇനിയില്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ ക്വിറ്റ് ചെയ്തിട്ട് അസുഖം എല്ലാം മാറിയിട്ട് വീണ്ടും വന്നാൽ മതി, ഞങ്ങൾ ഇവിടെ ജോലി തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ക്വിറ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്ന ശേഷം എനിക്ക് അടുത്ത ഒരു ജനുവരി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കീമോ എല്ലാം, ജനുവരി തൊട്ട് ഫെബ്രുവരി വരെ എനിക്ക് കീമോ എല്ലാം ചെയ്ത ശേഷം ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ ജോലിയില്ലാത്തപ്പം ഡിസേബിലിറ്റിക്ക് ഒന്ന് സൈൻ ചെയ്യാം, അങ്ങനെ പേപ്പർ കൊടുക്കാമെന്നുള്ള ചിന്തയിൽ ഞാൻ ഡിസേബിലിറ്റി പേപ്പറെല്ലാം സൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ എനിക്ക് ലെറ്റർ വന്നു, ഇങ്ങനെ 2 പേരുടെ സൈൻ വേണം, 2 ഫ്രണ്ട്സിൻ്റെ സൈൻ, അയൽവക്കക്കാരുടെ 2 പേരുടെയും സൈൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സൈൻ ചെയ്യാൻ വേണ്ടി അടുത്ത അയൽവക്കത്തടുത്ത് ഒരിടത്ത് പോയി. അവിടെ
അവിടെ ചെന്ന് സൈൻ വാങ്ങിച്ചിട്ട് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. അവിടെ ചെന്നപ്പം അവിടെ ചെന്ന് ഞാൻ ഇവരെ കൊണ്ട് സൈൻ എല്ലാം ചെയ്ത ശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പറഞ്ഞു, "അയ്യോ, വിൻസന് ഏതോ പ്രയാസമുണ്ടല്ലോ, വിൻസന് എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്തോ ഞാനൊന്ന് പ്രഷർ നോക്കട്ടെ" എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രഷർ നോക്കിയപ്പോൾ എൻ്റെ പ്രഷർ ഹൈ ആണ്. എനിക്കൊന്നും അറിയാനില്ല. പക്ഷേ എനിക്ക് ഹൈ ആന്നുള്ള പ്രഷർ കാണിച്ചപ്പോൾ തന്നെ അവർക്കങ്ങ് പേടിയായി. "വിൻസാ പോവല്ലേ, വീട്ടിൽ പോവല്ലേ, അതിന് മരുന്ന് തരാമെന്ന്" പറഞ്ഞിട്ട് അവരെനിക്ക് പ്രഷർ കുറയാനുള്ള മരുന്ന് തന്നിട്ട് ഞാന് വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ ചെന്ന ശേഷം ഞാന് അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വൈകുന്നേരമായി, രാത്രി 6 മണി 7 മണി ആയ സമയത്ത് എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോഴത്തേന് ഞാന് അടുത്ത എൻ്റെ ചർച്ചിലുള്ള ഒരു ആൻറ്റിയെ വിളിച്ചു. ആൻറ്റിയോട് പറഞ്ഞു, "ഇങ്ങനെ ശ്വാസം മുട്ടുന്നു, എന്താ ചെയ്യണം? വിൻസാ വെച്ചോണ്ടിരിക്കല്ലേ, പെട്ടെന്ന് 911 വിളിച്ചോ." 911 വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളും അങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് 911 വിളിച്ചു. അവര് പാരാമെഡിക്കൽക്കാര് അവരോടി വന്നു. ഓടി വന്ന് പെട്ടെന്ന് വന്ന ശേഷം അവര് എന്നെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇസിജി ഒക്കെ ഭയങ്കര വേരിയേഷൻ കാണിക്കുന്നു. പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നടക്കാൻ പറ്റുന്നില്ല. അവര് പെട്ടെന്ന് എന്നെ സ്ട്രെച്ചറിലിട്ട് കിടത്തി. നേരെ ആംബുലൻസിലോട്ട് എന്നെ കിടത്തി കൊണ്ടുപോയി. ആ സമയത്ത് എൻ്റെ വൈഫും വന്നു. വൈഫും വന്നപ്പോഴത്തേന് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഞാൻ ആംബുലൻസിൽ കയറുന്ന അവസ്ഥ. അത് കഴിഞ്ഞിട്ട് അവളും എൻ്റെ കൂടെ ആംബുലൻസിൽ കയറി. ഞാന് എന്നോട് ഒരു സ്റ്റാഫെല്ലാം ചോദിക്കുന്നു. എൻ്റെ പേര്, നാളെ എല്ലാം ചോദിച്ചു. എൻ്റെ ഫോൺ നമ്പറും എല്ലാം ചോദിച്ച ശേഷം അവരെനിക്കൊരു ടാബ്ലറ്റ് തന്നു. ആ ടാബ്ലറ്റ് ഞാൻ വായിലിട്ട ശേഷം ഞാനങ്ങ് മയങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറക്കുന്നത് 12 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണ് തുറക്കുന്നത്. ആ കോമ സ്റ്റേജിലോട്ട് ഞാനങ്ങ് പോയി. ആ സമയത്ത് എന്താ നടക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ 12 ദിവസത്തെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. ആ സമയത്ത് ഞാൻ കാലും കൈയൊക്കെ ഇട്ടടിക്കുമായിരുന്നു. കാരണം മരണവെപ്രാളം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അതുപോലെ കാരണം കാണത്തില്ല, ഒന്നും അറിയത്തില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ അവസാന സമയത്ത് നമുക്ക് ദൈവത്തോട് അടുക്കാം. പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ മയങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇവരെന്നെ ആദ്യം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആദ്യം എനിക്ക് ആൻറ്റിബയോട്ടിക് തന്നു. ആൻറ്റിബയോട്ടിക് തന്നിട്ട് എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതിനകത്തൊന്നും റിസൾട്ട് കാണുന്നില്ലെന്ന് അറിഞ്ഞു. അവരത് കഴിഞ്ഞിട്ട് ബൈപ്പാപ്പ് തന്നു. ബൈപ്പാപ്പ് വന്നിട്ടും കാണുന്നില്ല, ഒരു റിസൾട്ടും കാണുന്നില്ല. പെട്ടെന്ന് അവർ പറഞ്ഞു മെയിൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എന്നെ മെയിൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മെയിൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെന്ന് അവിടെ തന്നെ വെന്റിലേറ്ററിൽ എന്നെ ഇട്ടു. അവര് രണ്ടാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, "വിൻസന് ഹോപ്പില്ല. ഇനിയും ജീവിതത്തിലേക്ക് വരാൻ ചാൻസ് ഇല്ല. ഓൾമോസ്റ്റ് ഹാഫ് ഡെത്ത് ആയി. ബ്രെയിനെല്ലാം ഹാഫ് ഡെത്ത് ആയി. എൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു. എൻ്റെ ഹാർട്ട് ബീറ്റ് 15 ഇനി അത് മുന്നോട്ട് കയറത്തില്ല" എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതി കഴിഞ്ഞു. അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചു. ആ സമയത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവനുള്ള ദൈവമക്കള്, ജീവനുള്ള ദൈവത്തോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥന, ഓരോരുത്തരുടെയും പ്രാർത്ഥന എനിക്ക് കോട്ടയായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, എന്നെ എന്നെ ആ ആ വീഡിയോ കണ്ടാൽ അറിയാം. ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ കാല് പൊതിഞ്ഞിട്ടേക്കുവാണ്. കാരണം ഞാൻ കാലും കൈയും ഒക്കെ എടുത്തിട്ട് അടിക്കുമ്പോൾ കാല് എവിടെയെങ്കിലും മുട്ടിയാലോ ഒടിയോ എല്ലാം ചെയ്യുകയും ചെയ്യാണ് അവർ പാച്ചെല്ലാം കെട്ടി ഇട്ടേക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ എല്ലാം പറഞ്ഞു, ഇന്നതാ, എൻ്റെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എല്ലാം എല്ലാം ഡൗൺ ആയി വരും. ഓരോന്നോരോന്ന് പതുക്കെ പതുക്കെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുവാണ്. പൊട്ടാസ്യം എല്ലാം ഹൈ ആയി. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഐസിയു റൂമിൽ എന്നെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. ഐസിയു റൂം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാട്ടിലെ പോലല്ല. ഈ അമേരിക്കയിലുള്ള ഐസിയു റൂമിൽ എല്ലാവർക്കും കയറാം. അവർ വെന്റിലേറ്ററിൽ ഇട്ടേക്കുവാണെങ്കിൽ ഒരു സൈഡിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി ആരാധിക്കുന്ന ഒരു കൂട്ടർ അവിടെ ഉണ്ട്. അതിനുശേഷം എന്നെ കാണാൻ വരുന്നവരുണ്ട്. എന്നെ കണ്ടിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ജനക്കൂട്ടം ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഓരോരുത്തരും വന്ന് കാണുക, കേൾക്കുക. ആ സമയത്ത് ഒരു സൈഡിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതെല്ലാം ഈ റൂമിൽ തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ദൈവം എന്നെ അതെല്ലാം ഞാൻ പിന്നീട് ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നതെങ്കിലും ഇങ്ങനെല്ലാം സംഭവങ്ങളാണ് നടന്നു. നമ്മൾ ഒരു ഡെഡ് ബോഡിയുടെ മുന്നിൽ എങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞ പോലെ ഐസിയു റൂമിൽ എന്നെ വന്ന് കാണുന്നവരും എല്ലാം ഇങ്ങനെ കണ്ടിട്ട് പോകുന്നുണ്ട്. ഈ സമയമായപ്പോൾ രണ്ടാമത്തെ ദിവസമായപ്പം
എന്നെ ആദ്യം ഞാൻ ആ വിളിച്ച ആൻറ്റി ഓടി വന്നു. എന്നെ കാണാനായിട്ട് ഓടി വന്നപ്പം ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർ ഹോപ്പില്ലെന്നൊക്കെ ഡോക്ടർ അവരോട് പറഞ്ഞ ശേഷം മരുന്ന് ഏതൊക്കെയാണ് കൊടുക്കുന്നത്? ആൻറ്റി നേഴ്സാണ്. അപ്പം ആൻറ്റി ഇപ്പോൾ ചോദിച്ചു മരുന്നൊക്കെ കൊടുക്കുന്നത് ചോദിച്ചിട്ട് ആൻറ്റി പറഞ്ഞു ഇന്ന മരുന്നൊന്ന് കൊടുക്കാൻ പറ്റുമോ? ഈ ആദ്യത്തെ എല്ലാം ആ ഡോക്ടർ അത് കേട്ടു. കേട്ടപ്പം ഡോക്ടർ പറഞ്ഞു ആദ്യം കൊടുത്ത മരുന്ന് തന്ന മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ആൻറ്റി പറഞ്ഞ മരുന്ന് എനിക്ക് തന്നു. അപ്പം അതിനുശേഷം ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ യൂറിൻ പാസ് ഔട്ട് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ഹോപ്പുണ്ട്. നമുക്ക് ഇച്ചിരിയൂടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 12 ദിവസവും ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഓരോരുത്തർ വന്ന് എന്നെ കണ്ട് പ്രാർത്ഥിക്കും. ഞാൻ അറിയുന്നില്ല ദിവസങ്ങൾ പോകുന്നത് എനിക്കറിയത്തില്ല. ഓരോരുത്തരും വന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. കണ്ണങ്ങ് ഫ്ലിപ്പായി പോവാണ്. കാരണം എന്നെ എന്തോ കാണാൻ വേണ്ടി പറ്റും. ഒരു മൂടൽ പോലെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. എനിക്കൊന്നും അറിയത്തില്ല. ആ സമയത്ത് എന്നെ അറിയാവുന്ന ഓരോ പാസ്റ്റേഴ്സ് വന്ന് പ്രാർത്ഥിക്കുമ്പം എനിക്ക് അവരുടെ സൗണ്ട് വെച്ച് എനിക്ക് മനസ്സിലാവും. ഇന്ന പാസ്റ്ററാ വന്നതെന്ന് മനസ്സിലാവും. എൻ്റെ കൈ അനക്കാൻ പറ്റത്തില്ല. കാലനക്കാൻ പറ്റാത്തൊരവസ്ഥ. അവരെ വെന്റിലേറ്ററിൽ ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് വായൊന്നും അനക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. ആ സമയത്ത് അനേകർ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു അങ്കിൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു അങ്കിള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ആ അങ്കിള് പറഞ്ഞു, "വിൻസ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. നീ ഒരു മനസ്സിൽ ഉരുവിട്ടാ മതി. ഈ ഞാൻ പറയുന്ന വാക്യങ്ങളൊന്നും ഉരുവിട്ടാ മതി" എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, "യഹോവ റാഫ, യഹോവ സൗഖ്യമാക്കുന്നവൻ, യഹോവ ശക്തൻ, യഹോവ വിടുവിക്കുന്നവൻ, യഹോവ മതിയാവൻ. ഈ വേർഡിങ്സ് മാത്രം പറഞ്ഞാൽ മതി. വേറൊന്നും നീ പറയണ്ട. അത് മനസ്സിൽ പറഞ്ഞാൽ മതി. നീ വാ തുറന്ന് പറയണ്ട. മനസ്സിൽ അത് ഉരുവിട്ടാൽ മതി" എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ അങ്കിളിന്റെ വീണ്ടും ഒന്നുകൂടെ അടുത്തേക്ക് ഞാൻ കൈയാട്ടി വിളിച്ചിട്ട് അങ്കിളിനോട് പറഞ്ഞു, ഒന്നുകൂടെ അത് പറയാൻ പറഞ്ഞു. അങ്ങനെ ആക്ഷൻ കാണിച്ചു. അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നുകൂടെ എനിക്ക് ആ വേർഡിങ്സ് പറഞ്ഞു തന്നിട്ട് അങ്കിള് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് അങ്കിള് പോയി. ആ സമയത്ത് എനിക്കിത് പറയണമെന്നുണ്ട്. അപ്പം ഞാനിത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ ഒരു തിരമാല അടിച്ച് കയറുന്ന പോലെ എനിക്കിത് എന്തെങ്കിലും പറയണം, എന്താണെങ്കിലും പറയണം. ഇത് മനസ്സിലിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് പുറത്തോട്ട് വരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കത് തിരമാല അടിച്ച് കയറുന്ന പോലെ എൻ്റെ മനസ്സ് ഇങ്ങനെ കിടന്ന് അലയുക. ആ സമയത്ത് എനിക്കത് ഈ ട്യൂബെല്ലാം വലിച്ച് കളയണമെന്നൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കൈയെല്ലാം അവർ സെഡേഷൻ ചെയ്തിട്ടേക്കുവാണ്. കാരണം എനിക്ക് കൈയൊന്നും പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ. ആ സമയത്ത് ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പം ഞാനൊരു ദർശനം കണ്ടു. എന്നെ 2 പേര് വന്ന് എടുത്തോണ്ട് പോവാ. ഒരു സ്ത്രീയുണ്ട്, ഒരു പുരുഷനുണ്ട്. ഇവര് കറുത്ത ഉടുപ്പാണ് ഇട്ടേക്കുന്നത്. കറുത്ത ഉടുപ്പ്. ഇവരുടെ കൈ മാത്രമേ കാണത്തുള്ളൂ. കൈയുടെ വിരല് മാത്രമേ അത് ഉ കാണത്തുള്ളൂ. മുഖം കാണാം. ബാക്കി എല്ലാവരും കറുത്ത ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇവരെന്നെ എടുത്തോണ്ട് പോയി. 2 പേര് വന്ന് എന്നെ എടുത്തോണ്ട് പോവാണ്. എടുത്തോണ്ട് പോയിട്ട് ഒരു സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവരങ്ങ് ടയേർഡായി. ഇവർക്ക് എന്തോ ഭാരം കൊണ്ടാണോ എനിക്കറിയത്തില്ല. ഭയങ്കര ടയേർഡ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു പാട്ടിൻ്റെ ശകലങ്ങൾ കേൾക്കാം. പാട്ടല്ല, അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു സംസാരങ്ങൾ കേൾക്കാം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നമുക്ക് അങ്ങോട്ടല്ലേ പോകേണ്ടതെന്ന് ചോദിച്ചു. അല്ല, അവർ പറഞ്ഞു അല്ല അങ്ങോട്ടല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഇവരെന്നെ ഒരു വലിയൊരു ജയന്റ് വീലെ കൊണ്ടിരുത്തി. ആ വീല് ഭയങ്കര, ആ വീലിൽ ഒത്തിരി പേര് ആൾക്കാർ ഇരിപ്പുണ്ട്. ആ സമയത്ത് ഞാനും ആ വീലയിൽ ഇരിപ്പുണ്ട്. ഇവരെന്നെ ഒരു റൗണ്ട് കറക്കിയിട്ട് പറഞ്ഞു, വിൻസന് വേണമെങ്കിൽ ചാടി പോകാം, അല്ലെങ്കിൽ ആ വേർഡിങ്സ് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചാടാൻ നോക്കിയപ്പം എനിക്ക് ഭയങ്കര താഴ്ച. എൻ്റെ കാലോ കയ്യോ താഴെ വീണ് ഒടിയും. അതെനിക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് താഴ്ചയുണ്ട്. പിന്നെ ആ വേർഡിങ്സ് പറയാൻ നോക്കിയപ്പം എനിക്കത് പറയാൻ പറ്റത്തില്ല. എൻ്റെ വായിൽ ട്യൂബ് കിടക്കുന്നു. എനിക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഞാൻ വീണ്ടും ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതിരുന്നപ്പോൾ ഇവരെന്നെ വീണ്ടും ഒരു റൗണ്ടൂടെ കറക്കിയിട്ട് ഇവരെന്നെ കൊണ്ടുവന്ന് എന്നെ പൊക്കി എടുത്തുകൊണ്ട് ഒരു ബെഡേലോട്ട് കൊണ്ട് കിടത്തി. ആ ബെഡ് നല്ല സുന്ദരം ബെഡ്. നല്ല വെൽവെറ്റും കൊണ്ടുള്ള ക്ലോത്താണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ മേളെ എന്നെ കൊണ്ട് കിടത്തിയിട്ട് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവര് ആ പുരുഷന് ആ സ്ത്രീയോട് പറഞ്ഞു, "ഞാൻ ഇവനെ ഒരു സാധനം വെച്ച് കുത്തും. അത് കുത്തുന്ന സമയത്ത് നീ ഇവൻ്റെ കൈയും കാലും പിടിച്ചോണമെന്ന്" പറഞ്ഞു. അല്ലെ ഇവൻ എഴുന്നേറ്റ് ഓടിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് എനിക്ക് കേൾക്കാം. ഇവരുടെ സംസാരം എനിക്ക് കേൾക്കാം. ഇവർ ആ സാധനം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ വൈഫ് ഈ പിക്ചറിലില്ല. വൈഫ് അന്നേരം സൈഡിൽ ഇരുന്ന് ഐസുവിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് എനിക്ക് പറയാം, എൻ്റെ അടുത്ത് പറയാം, "അച്ഛാ ഞാൻ ബൈബിള് വായിക്കുക. ബൈബിള് വായിക്കുവാണെങ്കിൽ കേൾക്കുവാണെങ്കിൽ റൈറ്റ് ഹാൻഡ് പൊക്കണം." അതുവരെ എനിക്ക് റൈറ്റ് ഹാൻഡ് പൊക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ലെഫ്റ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗും എനിക്ക് പൊക്കാൻ പറ്റും. അതിൻ്റെ സെഡേഷൻ എല്ലാം മാറി. റൈറ്റ് ഹാൻഡ് എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. അത് പൊക്കാൻ വേണ്ടി അവളിങ്ങനെ പറഞ്ഞ കേൾക്കുവാണെങ്കിൽ റൈറ്റ് ഹാൻഡ് പൊക്കണം എന്ന് പറഞ്ഞു.
ആ സമയത്ത് അവൾ വേദോസം വായിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും പുരുഷൻ സ്ത്രീ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കുത്താനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് മനസ്സിൽ പറഞ്ഞു യേശുവിൻ്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറയും മനസ്സിലാ പറയുന്നത്, പുറത്തോട്ട് വരുന്നില്ല, ശബ്ദമൊന്നും പുറത്ത് വന്നില്ലെങ്കിലും ഞാനത് മനസ്സിൽ പറഞ്ഞപ്പോഴത്തേനെ അവരെന്നെ വിട്ടിട്ട് ഓടിപ്പോയി. ഓടിപ്പോയ സമയത്ത് അങ്ങനെ 3 പ്രാവശ്യവും വന്നു. 3 പ്രാവശ്യവും ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു യേശുവിൻ്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞു. അത് 3 പ്രാവശ്യം അവരെന്നെ വിട്ടിട്ട് ഓടിപ്പോയി. ആ സമയത്ത് എൻ്റെ വൈഫ് കണ്ടു, കൈ താത്തിട്ടോ കൈ താത്തിട്ടോ എന്ന് പറഞ്ഞു. അവളൊന്നും അറിയുന്നില്ലെങ്കിൽ ഞാൻ ഈ ദർശനം കണ്ടു കിടക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ ബൈബിളൊന്നും അവൾ വായിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് ദൈവമേ എനിക്ക് ആ വേർഡിങ്സ് ഒന്നുകൂടെ പറയണം, അല്ലെങ്കിൽ ആ ദാസനെ ഒന്നുകൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ആരോ സംസാരിക്കുന്നു, ഇന്ന് ഞാൻ നിന്റെ മധ്യേ വരുമെന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ കേട്ടു. ആ സൗണ്ട് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കെന്തോ ഒരു ആശ്വാസം പോലെ വന്നു. ആ സൗണ്ട് ഞാൻ കേട്ട ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ റെസ്പിറ്റോറിറ്റി തെറാപ്പിയും ഡോക്ടറും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു ട്യൂബ് അവർ ഊരി കളഞ്ഞിട്ട് പറഞ്ഞു, വിൻസ്. അപ്പോഴത്തേനും ഞാൻ കണ്ണ് തുറന്നു, കണ്ണെല്ലാം തുറന്നു, പഴയതുപോലെയൊക്കെ ആയി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ 1 മണിക്കൂറുടെ കഴിഞ്ഞിട്ട് വരും, നീ തന്നെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് അറിയണം, ഈ മെഷീൻ എല്ലാം ഓഫ് ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ മെഷീൻ എല്ലാം ഓഫ് ചെയ്തിട്ട് അവർ പോയി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോഴത്തേനെ അവർ നോക്കിയപ്പം ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടാമത്തെ ട്യൂബും വെന്റിലേറ്ററിൻ്റെ ട്യൂബെല്ലാം അവർ ഊരിക്കളഞ്ഞപ്പോൾ അവർക്ക് പേടി. ഇത്രയും 12 ദിവസം വെന്റിലേറ്ററിൽ കിടന്നതല്ലേ, ആ സമയത്ത് തൊണ്ട വല്ലതും മുറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ നോക്കിയപ്പം അവരെനിക്ക് ചൂടുവെള്ളമൊക്കെ തന്നു. തൊണ്ടയ്ക്ക് യാതൊരു പ്രയാസവും ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഞാനത് കുടിച്ചു. അതിനുശേഷം ഡോക്ടർ എന്നെ പിക്ചർ കാണിച്ചു. വിൻസൻ വന്നപ്പം ഉള്ള ലങ്സിൻ്റെ പിക്ചർ കണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ ആ പിക്ചർ അവരുടെ കമ്പ്യൂട്ടർ തുറന്നിട്ട് എന്നെ കാണിച്ചു. ഇവരെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ പിക്ചർ എന്നെ കാണിച്ചു. എൻ്റെ 2 ലങ്സും ചുരുങ്ങിപ്പോയി. കാരണം ഒരു ബലൂൺ എങ്ങനെ ചുരുങ്ങുന്നോ അത് വീർക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ആ 2 ലങ്സും എൻ്റെ 2 സൈഡിലും 2 ചുരുങ്ങി മേളോട്ട് വന്നിട്ട് കയറിയിട്ട് അത് കാരണമാണ് എനിക്ക് ശ്വാസം മുട്ടൽ വന്നത്. ഇപ്പം നീ കണ്ടോ, നിന്റെ ലങ്സ് കണ്ടോ, ഇത് പുതിയ ലങ്സാണ് നിൻ്റേത്, നോക്കിയേ ആ പുതിയ ലങ്സ് കണ്ടോ, പഴയതുപോലെ നിൻ്റെ ആ പഴയ ലങ്സ് പുതിയതുപോലെ വന്ന് നിൽക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ഇതൊരു മിറക്കിളാന്ന് ആ ഡോക്ടർ പറയാൻ തുടങ്ങി. കാരണം ജീവിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവം എനിക്ക് രണ്ടാമത് എനിക്കൊരു പുതുജീവനാണ് തന്നത്. ആ സമയത്ത് ഞാൻ ദൈവത്തെ ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം ജീവിക്കത്തില്ല എന്ന് 12 ദിവസം മുമ്പ് പറഞ്ഞിട്ട് മരിച്ചു പോകും, മരിക്കാൻ എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞിട്ട് ആ ഡോക്ടർ തന്നെ ദാണ്ട് ഇപ്പം പറയുന്നു ലങ്സ് എല്ലാം പഴയതുപോലെ ആയെന്ന് പറയുന്നു. നോക്കിയേ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വർണ്ണിച്ചാലും തീരത്തില്ല. കാരണം നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് അത് തീരാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കൊത്തിരി സന്തോഷം തോന്നി. അപ്പോഴത്തേന് ആൾക്കാരെല്ലാം വിളിക്കാൻ തുടങ്ങി, എന്നോട് സംസാരിക്കാൻ തുടങ്ങി, ഫോണിൽ കൂടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ എന്നെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ചർച്ചിലുള്ള വേറൊരു അങ്കിള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് കാണാൻ വരണമെന്നുണ്ട്, ഞാൻ ഇന്ന് വരത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എൻ്റെ മോൾക്ക് വണ്ടി എടുത്തു കൊടുക്കാൻ പോവാ. എൻ്റെ മോൾക്ക് വണ്ടി എടുത്തു. അവൾ പറഞ്ഞ അതേ വണ്ടി, ടൊയോട്ടയുടെ വണ്ടി എടുക്കുവാണ്, അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി അച്ഛാ, പോയിട്ട് വാങ്ങിച്ചിട്ട് വാ, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അങ്കിളിനെ പറഞ്ഞു, എന്നെ ഫോണിൽ കൂടെ ഫോണും വെച്ചിട്ട് ICU തന്നെ അവർ ഡിസ്ചാർജ് ചെയ്യുവാണ്, റൂമിലോട്ട് കൊണ്ടുപോവാണ്. റൂമിലോട്ട് കൊണ്ടപ്പോൾ ഞാൻ എണ്ണീക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നീ എണ്ണീക്കത്തില്ല, നടക്കത്തില്ല, എൻ്റെ കാലും കൈയെല്ലാം ശോഷിച്ചു പോയി, കാലിലെ മസിൽസ് ഒക്കെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, കൈയുടെ മസിൽസ് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. എനിക്ക് ഒരു കാലിൽ ഒരു എല്ലും കഷ്ണം മാത്രമേ ഉള്ളൂ, എല്ലും കഷ്ണം മാത്രമായിട്ട് എനിക്ക് തോന്നുള്ളൂ, എല്ലും സ്കിന്നുമേ ഉള്ളൂ, പക്ഷേ മസിൽസ് ഇല്ല, മാംസമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, നടന്നു കഴിഞ്ഞാൽ നിന്റെ കാലോ കൈയോ ഓടി, അതുകൊണ്ട് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. ഇവരെന്നെ ആ ബെഡേ കൊണ്ടുവന്നിട്ട് എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 4 പേര് നിന്നോട്ട് ആ ഷീറ്റോട് പൊക്കിയെടുത്തിട്ടാണ് എന്നെ അടുത്ത ബെഡിലോട്ട് കിടത്തുന്നത്. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, ശനിയാഴ്ചയാണ് എന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്, എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അനേകർ വന്ന് കണ്ടു, എല്ലാവരും ആ ദിവസം എനിക്ക് സുഖമായിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു മാനുഷികനായ അപ്പം എൻ്റെ മനസ്സിൽ അന്നേരം ഈ ചിന്ത വന്നു, ഒരു മാനുഷികനായ അപ്പന് തൻ്റെ മകൾക്ക് അവൾ പറഞ്ഞ അതേ വാഹനം എടുത്തു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട്
യാചിച്ചാൽ എന്ത് കിട്ടുമെന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ മനസ്സിൽ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ യാചിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് ഈ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള കൃപ തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നു. രാത്രി എന്നെ ആരും വന്ന് എന്നെ ശല്യപ്പെടുത്തിയില്ല. ഒരു ബ്ലഡ് വർക്ക് എടുക്കാൻ ആരും വന്നില്ല. പക്ഷേ ഞാൻ സുഖമായിട്ട് അന്ന് രാത്രി ഫുള്ള് കിടന്നുറങ്ങി. രാവിലെ 5:55 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. 5:55 എഴുന്നേറ്റപ്പം ഞാൻ നോക്കിയപ്പം സമയം 5:55 ഞാൻ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ദൈവസന്നിധിയിൽ ഇച്ചിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ശേഷം ഞാൻ കോൾ ലൈറ്റ് ഞെക്കിയിട്ട് ഞാൻ നേഴ്സസിനെ വിളിച്ചു. അവർ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് നടക്കണമെന്ന് പറഞ്ഞു. ആ നടക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് ഓടി വന്നു. എൻ്റെ അടുത്തോട്ട് വന്നു. ഇവർ വരുമ്പോഴത്തേനും ഞാൻ കട്ടിലേന്ന് എഴുന്നേറ്റിരുന്നു കാല് താപ്പോട്ട് ഇട്ടിരുന്നു ഇങ്ങനെ ഇരിക്കുക. അവർ വന്ന് എൻ്റെ സൈഡിൽ രണ്ടിടത്തും നിൽക്കുവാണ് എന്നെ പിടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു എന്നെ പിടിക്കരുത്, ഞാൻ തന്നെ നടക്കുമോ നോക്കട്ടെ, നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് അവിടെ പറയുകയോ ഞാൻ അവിടുന്ന് ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 3 അടി ദൂരത്തിൽ ഞാൻ നടന്നു. എനിക്ക് ആ വാഷ് ബേസിൻ ഉണ്ടായിരുന്നു. 3 അടി ദൂരത്തിലാണ് ആ വാഷ് ബേസിൻ. ആ വാഷ് ബേസിൻ വരെ ഞാൻ നടന്നു പോയിട്ട് ഞാൻ ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്ത് 1 മാസത്തിന് ശേഷമാണ് ബ്രഷ് ചെയ്യുന്നത്. അതുവരെയും ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല. ബ്രഷ് എല്ലാം ചെയ്തു. മുഖമെല്ലാം കഴുകി കഴിഞ്ഞ ശേഷം എനിക്ക് ടയേർഡായി. അവർ പെട്ടെന്ന് എന്നെ പിടിച്ചു. വീണ്ടും എന്നെ കട്ടിലിലോട്ട് ഇരുത്തി. ആ സമയത്ത് നമ്മൾ ഞാൻ ദൈവത്തോട് ഒരു ചെറിയ കാര്യമാണ് ചോദിച്ചത്. ഒന്ന് നടക്കാൻ വേണ്ടി ദൈവം എന്നെ നടത്തിച്ചു. ദൈവം എനിക്കൊരു നടക്കാനൊരു കൃപ തന്നു. ഞാൻ അന്നത്തെ ദിവസം എനിക്ക് 4 റൗണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ വരാന്തയിൽ നടന്നു. വിത്ത് വോക്കറാണ്. വിത്ത് വോക്കറും ഉണ്ട്, നേഴ്സും ഉണ്ട്. നേഴ്സ് എന്നെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ ആ വോക്കറിൽ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. ആ ഫസ്റ്റ് ദിവസം അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും വാർഡിലുള്ളവർ എല്ലാവരും അറിഞ്ഞു വിൻസൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എന്നുള്ള ഒരു ശ്രുതി അവിടെ എല്ലാം പരന്നു. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേന് എന്നെ ശുശ്രൂഷിക്കാൻ ഒരു നേഴ്സ് വന്നു. ആ നേഴ്സ് ഹൈദരാബാദി സ്ത്രീയാണ്. അവരെ കണ്ട മലയാളി ലുക്കാണ്. കാരണം അവരുടെ അമ്മയോ അപ്പനോ 2 മലയാളിയാണ്. അങ്ങനെ ഇവർക്ക് അവൾക്ക് മലയാളം അറിയത്തില്ല. ആ സിസ്റ്ററിന് ഹിന്ദി, ഇംഗ്ലീഷേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ അവരെ കണ്ടപ്പോൾ അവരോട് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചു. മലയാളത്തിൽ സംസാരിക്കുക. ഇന്ന് എൻ്റെ റീഡിങ്സ് കണ്ടില്ലേ? എല്ലാം നോർമൽ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ റീഡിങ്സ് ഒന്നും കണ്ടില്ല. പക്ഷെ ഞാൻ അങ്ങ് മലയാളത്തിൽ അവരോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മലയാളം അറിയത്തില്ല. ഒന്ന് ഇംഗ്ലീഷ് പറ അല്ലെങ്കിൽ ഹിന്ദി പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ അത് പറഞ്ഞ ശേഷം അവൾ പറഞ്ഞു, അവൾ പെട്ടെന്ന് റീഡിങ്സ് എല്ലാം നോക്കിയപ്പോൾ ശരിയാണല്ലോ, എന്തോ പറ്റി വിൻസൻ ഈ റീഡിങ്സ് കണ്ടോ? ഞാൻ പറഞ്ഞു കൊണ്ടില്ല. പിന്നെ എങ്ങനെ ഈ റീഡിങ്സ് അറിഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്നത് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അപ്പോഴത്തേന് അവർക്ക് എൻ്റെ ടെസ്റ്റിമണി കേൾക്കണം. എനിക്ക് നിന്റെ ടെസ്റ്റിമണി, അതൊരു ഹിന്ദു സ്ത്രീയാണ്, പക്ഷെ അവർക്ക് എൻ്റെ ടെസ്റ്റിമണി കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ബോർഡിൽ ചാർട്ടിൽ നോക്കിയപ്പം അവർ വന്നപ്പോഴത്തേന് ഞാൻ 7 റൗണ്ട് നടന്നു. ഇന്നലെ തലേ ദിവസം 4 റൗണ്ട് കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ദിവസം 3 റൗണ്ടോടെ എക്സ്ട്രാ നടന്നു. അയ്യോ നീ വിൻസൻ ഈ വാർഡിലെ വിൻസൻ മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ആരും നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു റൗണ്ട് കൂടെ നടക്കാം, 8ാമത്തെ റൗണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ടുപോയി. വോക്കറും വന്നു, അവരും എൻ്റെ കൂടെ വന്നു. ഞാൻ അവരോട് എൻ്റെ ടെസ്റ്റിമണി മുഴുവനും പറഞ്ഞു. എൻ്റെ ദൈവത്തെപ്പറ്റി ഞാൻ അവരോട് കുറച്ചൊക്കെ പറഞ്ഞ ശേഷം എന്തൊക്കെയോ പറഞ്ഞു, എനിക്കെന്താന്ന് ഓർമ്മയില്ല. അതൊക്കെ പറഞ്ഞ ശേഷം അവർക്കും മനസ്സിലായി ദൈവം വലിയവനാന്നുള്ളത് മനസ്സിലായി. അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറയുവാണ്, നിന്റെ പാട്ട് എനിക്ക് തരണം, എനിക്ക് CD ആക്കുമ്പോൾ എനിക്കൊരു കോപ്പി തരണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിനക്ക് മനസ്സിലാവത്തില്ലല്ലോ, നിനക്ക് ഹിന്ദി അല്ലേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലേ നിനക്ക് മനസ്സിലാവും, നിനക്ക് മലയാളം എങ്ങനെ? അത് നീ പേടിക്കണ്ട, എൻ്റെ വീടിനടുത്ത് ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്, അവിടെ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് ഈ CD കോപ്പി എടുത്തിട്ട് ഞാൻ കൊണ്ടു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പിന്നീട് അത് CD ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പിന്നീട് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവരെന്തോ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ റീഹാബിലോട്ട് കൊണ്ടുപോയി. റീഹാബിൽ കൊണ്ടുപോയപ്പോൾ റീഹാബിലെന്ന് പറയുമ്പോഴത്തെ ഇവിടുത്തെ റീഹാബ് എന്ന് പറയുമ്പം പ്രായമുള്ളവരെയും ഒക്കെയാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. കാരണം അവിടെ ഞാൻ ചെന്നപ്പോഴത്തേന് അവിടുത്തെ നേഴ്സുമാരെല്ലാം മലയാളി നേഴ്സുമാരെല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്നു. വിൻസൻ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു അഡ്മിറ്റ് ചെയ്യും, എന്താ കാരണമെന്ന് അവർക്കറിയത്തില്ല. അവരത് എന്നെ കാണാൻ വേണ്ടി അവരെല്ലാം കൂടെ വന്നു. അവർ 7-8 പേരുണ്ടായിരുന്നു. 7-8 പേര് വന്നിട്ട് എൻ്റെ ടെസ്റ്റിമണി എല്ലാം ചോദിച്ചു, എന്താണ് ഈ കാര്യങ്ങൾ, എൻ്റെ ടെസ്റ്റിമണി എല്ലാം ഞാൻ അവരോട് പറഞ്ഞു. പറഞ്ഞ ശേഷം ഇവരെല്ലാം കേട്ടിട്ട് ഇവരെല്ലാം അവരവരുടെ ഡ്യൂട്ടിക്ക് വേണ്ടി പോയി. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇവരെല്ലാം ചുമ്മാ കേൾക്കാൻ വേണ്ടി വന്നോ, ഇവരാർക്കും ഒരു പ്രാർത്ഥന പോലും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഇവരെന്നെ അത് കേട്ടിട്ട് അങ്ങ് പോയി. പെട്ടെന്ന് എന്നെ നോക്കാനായിട്ട് ഒരു നേഴ്സ് വന്നു, മലയാളി നേഴ്സാണ്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നിന്റെ ടെസ്റ്റിമണി എല്ലാം ഞാൻ കേട്ടു,
എൻ്റെ ഒരു ഫ്രണ്ട് വെന്റിലേറ്ററിലാണ്, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി സന്തോഷം തോന്നി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പേരും നാളും എല്ലാം ചോദിച്ചിട്ട് ഇവരെന്നെ അവരുടെ ടേൺ കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. പിന്നെ വരുന്ന ഒരു 2, 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെന്നെ ശുശ്രൂഷിക്കാൻ വരുന്നത്. ഞാൻ അന്നേരം അവരോട് ചോദിച്ചു, "എങ്ങനുണ്ട് കൂട്ടുകാരിക്ക്? കൂട്ടുകാരി വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങിയോ?" "മോനെ, നമ്മളന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അവര് വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്" പറഞ്ഞു. അവർക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അപ്പം എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഒരു അസുഖം തന്നത്, ദൈവം എനിക്ക് തന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടാനാണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ളവർക്ക് ഈ രോഗത്തിൽ കൂടെ പോകുന്നവർക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അവർക്ക് ദൈവം വിടുതൽ കൊടുത്തു. അങ്ങനെ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെയും കൊണ്ട് പ്രവർത്തിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലായി. നോക്കിയേ, ആ സമയത്തും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. അതിനുശേഷം എക്സസൈസും ഒക്കെ ചെയ്ത് ഞാൻ വീട്ടിൽ വന്ന ശേഷം എനിക്ക് 3-ാമത്തെ മാസം ആയപ്പോഴത്തേന് എനിക്ക് വണ്ടിയൊക്കെ ഞാൻ തന്നത്താൻ ഓടിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എൻ്റെ കണ്ണൊക്കെ ഡബിൾ വിഷൻ ആയിരുന്നു. എനിക്ക് കണ്ണ് നോക്കുമ്പോൾ ഓരോരുത്തരെയും നോക്കുമ്പോൾ എനിക്ക് രണ്ടായിട്ട് എനിക്ക് കാണുന്നത്. കണ്ണിൻ്റെ കാഴ്ചകളിലും പോയി ഷുഗർ കൂടുതലായിരുന്നു. എല്ലാ സംഗതികളും കൂടുതലായിരുന്നു. ഇതെല്ലാം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനൊക്കെ ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ വിചാരിച്ചല്ല എനിക്ക് ഇത്രത്തോളം എനിക്ക് നിൽക്കാൻ പറ്റുമോ, ഇത്രത്തോളം എനിക്ക് ആരോഗ്യം കിട്ടുമെന്നൊക്കെ ഞാൻ ഇതുവരെയും വിചാരിച്ചിട്ടില്ല. കാരണം ദൈവം എന്നെ അത്ഭുതമായിട്ട് എന്നെ നടക്കിയത്. നമ്മൾ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. ജീവനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം മറ്റുള്ളവർക്ക് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് വേണ്ടി കാൽവറി കയറിയതാണ്. കാൽവറി ക്രൂശിൽ എൻ്റെ ദൈവം കാൽവറി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച വ്യക്തിയാണ്. മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആളാണ്. നമുക്ക് നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിന് അറിയാം, നമ്മുടെ വേദനകളെ ദൈവത്തിനറിയാം, നമ്മുടെ കഷ്ടങ്ങളെ ദൈവത്തിന് അറിയാം. അപ്പോൾ ഇത് നമ്മൾ ദൈവസന്നിധിയിലൊന്ന് പറയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഇതിൻ്റെതായിട്ട് വിടുതൽ നമുക്ക് മനസ്സിൽ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ഒരു 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 തരത്തിലും എനിക്കൊരു വിഷമമാട്ടെ, ഞാൻ ഈ രോഗം കാരണം ഞാനിത് വിഷമിച്ചിട്ടില്ല. കാരണം എനിക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ പറ്റി. ഇത്രയും ദിവസങ്ങൾ ഞാൻ ഏകദേശം 1 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് എനിക്ക് ഓരോ ദിവസവും നടക്കുന്ന അത്ഭുതങ്ങൾ എനിക്ക് വർണ്ണിച്ചാലും തീരത്തില്ല. അതുപോലത്തെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടത്തുക. നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതലായിട്ട് ഇച്ചിരി കൂടെ അടുക്കുക, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോട്ടെ, പ്രേക്ഷകരെ, ദൈവമായിട്ട് ഒരു ബന്ധം വേണം. നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് ഭാരപ്പെട്ടു പോകരുത്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഭാരപ്പെടുവല്ല, ദൈവസന്നിധിയിലോട്ടൊന്ന് അടുത്തിരുന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞ്, എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്കിതിനെ ഒന്ന് തരണം ചെയ്യാനുള്ള കൃപ തരണമെന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞ്, അങ്ങനെ ദൈവം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിടുതൽ തരും. നമ്മുടെ ഒരു അസുഖത്തിൽ നിന്നെല്ലാം ഭേദമാകും. ഇത്രയും എനിക്ക് സമയം തന്ന ആരോഗ്യമിറ്റിപ്പിക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന ഓരോ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും നന്ദി പറയുന്നു. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ആരെങ്കിലും വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവമായിട്ടൊരു ബന്ധം വെക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യാമെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ടേണിംഗ് പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. എനിക്ക് ലഭിച്ച പോലെ, എനിക്ക് ലഭിച്ചെങ്കിൽ നിങ്ങൾക്കും അത് ലഭിക്കും. നിങ്ങളും ധൈര്യമായിട്ട് ദൈവസന്നിധിയിലോട്ട് അടുത്ത് ചെയ്യുക. യഹോ റാഫ, യഹോ സൗഖ്യമാക്കുന്നവൻ, യഹോ ശക്തൻ, യഹോ വിടുവിക്കുന്നവൻ, യഹോ മതിയായവൻ. ഈ ഒരു വാക്കുകളെല്ലാം ദൈവത്തെ പറ്റിയുള്ളതാണ്. ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നായ കർത്താവെ, അങ്ങയുടെ തൃപാദത്തിൽ ദൈവമേ ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവെ, ദൈവമേ, ഈ ആരോമ TV-യിൽ ദൈവമേ എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ, അങ്ങയുടെ ടെസ്റ്റിമണി, അങ്ങ് എനിക്ക് തന്ന ടെസ്റ്റിമണി മറ്റുള്ളവരോട് പറയാനുള്ള ദൈവമേ അവസരം തന്നതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവരിത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിനെ ദൈവമേ നീ ഒന്ന് കുളിർമപ്പെടുത്തണമേ താവേ, അവർക്കൊരു ആശ്വാസം പകരണമേ താവേ. ഓരോരുത്തരെയും അങ്ങനെ കരങ്ങളിൽ ലയിപ്പിച്ചു താവേ. ദൈവമേ, വിശേഷാൽ ദൈവമേ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ഡാനിയൽ ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ മകനെ ദൈവമേ ഈ മിനിസ്റ്റർ ചെയ്യാനുള്ള കൃപ കൊടുത്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനേകർക്ക് ആശ്വാസം പകരുവാനുള്ള ദൈവമേ, അനേകരുടെ ടെസ്റ്റിമോണി ദൈവമേ ലൈവ് ചെയ്യുന്നല്ലോ കർത്താവേ. അനേകർക്കോട് ദൈവമേ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. ദൈവമേ നിന്റെ ദാസനെ ദൈവമേ നീ അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവങ്ങളെയും ദൈവമേ അവരുടെ പ്രാർത്ഥന കേട്ട ദൈവമേ അവർക്ക് വിടുതൽ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമാറാൻ കർത്താവേ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ലയിപ്പിച്ചിരുന്നു. സകലം തീർക്കാൻ യേശു നാമത്തിന് ആമേൻ. ആമേൻ. താങ്ക് യു പ്രിയ വിൻസെന്റ് ബ്രദർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ അതിശയകരമായ ദൈവീയ നടത്തിപ്പിനെ കുറിച്ച്, ദൈവീയ വിടുതലുകളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ തുമ്പമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ഒരു ആത്മീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട കുടുംബത്തിലെ മൂന്നാമത്തെ മകനായി കർത്താവ് തിരഞ്ഞെടുത്തു. നല്ല ബാല്യകാലം, നല്ല ഓർമ്മകൾ, നല്ല വിദ്യാഭ്യാസം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ആത്മീയ പശ്ചാത്തലം, പിന്നത്തേതിൽ ജോലിയുള്ള ബന്ധത്തിൽ US വരുവാനും തുടർന്ന് ജീവിതത്തിലുണ്ടായ സംഭവബഹുലമായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്പാർക്കായിരിക്കാം, ഒരു ചെറിയൊരു കാര്യമായിരിക്കാം ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വലിയ കഷ്ടതകളിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അസാധാരണമായ ചില അനുഭവങ്ങളിലൂടെയൊക്കെ ഒരു പക്ഷെങ്കിൽ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ഒരു ചെറിയൊരു സ്പാർക്ക്, തീപ്പൊരി ഉണ്ടാകണമെങ്കിൽ പോലും ശക്തമായ ഒരു കൂട്ടിമുട്ടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു തീപ്പൊരി ഉണ്ടാവൂ, ഇല്ലെങ്കിൽ ഒരു തീപ്പൊരി ഉണ്ടാകുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന ചില സംഘടനകളുണ്ട്, ചില സംഭവങ്ങളുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കുകയില്ല. എന്നാൽ അതിലൂടെ അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലാസർ രോഗിയായി മരിച്ചു, കല്ലറയിൽ അടയ്ക്കപ്പെട്ട ഒരു അനുഭവമൊക്കെ നമുക്കറിയാം. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമല്ല. പക്ഷെ ആ ഭവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷയമാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വിഷയമാണ്. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ നമുക്കത് വലുതാകാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് വലുതാകാം. എന്നാൽ കർത്താവിൻ്റെ മുൻപാകെ അത് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം. ദൈവം തൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഈ ഭൂമിയിൽ നാം ഏതെല്ലാം മേഖലകളിൽ ആരൊക്കെ എന്തൊക്കെയായി തീർന്നെന്ന് പറഞ്ഞാലും അതിനൊന്നിനും യാതൊരു പ്രസക്തിയില്ല, അതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ, മഹിമപ്പെടുവാൻ നമ്മുടെ ജീവിതം മുഖാന്തരമായെങ്കിൽ അതാണ് ഏറ്റവും ധന്യമായ ഒരു അനുഭവം. പ്രിയ വിൻസെന്റ് ബ്രദറിന്റെ ജീവിതത്തിൽ വെന്റിലേറ്ററിലൂടെ കടന്നുപോയ, കയറി ഇറങ്ങിയ ചില അനുഭവങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ദാവീദ് പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ചില കൂരിലിൻ്റെ അനുഭവങ്ങൾ, കഷ്ടതയുടെ അനുഭവങ്ങൾ, മരണത്തെ മുഖാമുഖമായി കണ്ട അനുഭവങ്ങൾ, അതായത് മരിച്ചു, ബ്രെയിൻ ഡെത്ത് പോലും പാർഷ്യലി സംഭവിച്ചു, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നിർജീവമായ അവസ്ഥയിൽ വൈദ്യശാസ്ത്രം വിധി കൽപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ശവക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് പോലെ, ജീവനില്ലാത്ത അസ്ഥികൾക്ക് ജീവൻ പകരുന്നത് പോലെ, അസ്ഥിയിൽ മാംസമോ മസിലുകളോ നരമ്പുകളോ എല്ലാം ശുഷ്കിച്ച് ഉണങ്ങിപ്പോയ സ്ഥാനത്ത് അതിനൊക്കെ ജീവൻ പിടിപ്പിച്ച് ആരോഗ്യം തന്ന്, രക്തയോട്ടം തന്ന്, സൗഖ്യം തന്ന് ഇന്ന് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് മടക്കി വരുത്തിയില്ലേ? അതെ, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ
നമ്മെ ഒരു ഘട്ടത്തിലൂടെ കടത്തി വിട്ടു എന്ന് മാത്രം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഈ സാക്ഷ്യം പ്രചോദനവും പ്രത്യാശയ്ക്കും വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ വിൻസെൻ്റ് ബ്രദറിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നിലകൊള്ളുവാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതല്ല ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ ഓൺലൈനിലൂടെ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.